ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയയും പ്രിസം ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന NEP 2020 ക്രിട്ടിക്കൽ റിവ്യൂ എന്ന സംവാദത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാമിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. എല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അതിഥികളെയും മോഡറേറ്ററെയും വളരെ ബ്രീഫായിട്ട് പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം മോഡറേറ്റർ ആയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല അവർകളാണ്. മർക്കസ് നോളജ് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന മർക്കസ് ശരിയ സിറ്റിയുടെ അക്കാഡമിക് ഡയറക്ടറും ജാമിയ മില്ലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇസ്ലാമിയയിൽ നിന്ന് PhD കരസ്ഥമാക്കിയ ഗവേഷകനുമാണ്, പണ്ഡിതനുമാണ് അദ്ദേഹമാണ് ഇന്നത്തെ പരിപാടി മോഡറേറ്റർ ആയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ പരിപാടിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ സുരേഷ് ബാബു. ഹീസ് ദി അസിസ്റ്റന്റ് പ്രൊഫസർ, Zakir Hussain Center for Education Studies, School of Social Science, Jawaharlal Nehru University, New Delhi. And he is the principal investigator on the major project on contested spaces of Indian higher education, understanding political culture and critical pedagogy in the university campus, ICCSR, New Delhi. And Dr. KP Manojan is the other panelist. He is the assistant professor in rural development at Tata Institute of Social Science in Tuljapur campus. And that's all about the panelist and moderator. I request Dr. Umar Farooq Saqafi to start the discussion with a brief introductory talk. Over to you, sir. Assalamu alaikum. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala sayyidil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ സുരേഷ് ബാബു, ഡോക്ടർ KP മനോജൻ, ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ പ്രഗത്ഭരായ ടീച്ചേഴ്സ്, മറ്റു സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്ത് ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തെ ഗതി നിർണയിച്ചത് ഓരോ കാലഘട്ടത്തിലും അതാത് ഭരണാധികാരികൾ വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യവും അവർ സ്വീകരിച്ച നയനിലപാടുകളുമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞകാല ഇന്ത്യ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തരം തന്നെ വ്യത്യസ്ത പോളിസികൾ വിദ്യാഭ്യാസ രംഗത്ത് ചെറുതും വലുതുമായി വന്നിട്ടുണ്ട്. ഈ പോളിസികളൊക്കെ ഇന്ത്യയെ ഒരർത്ഥത്തിൽ വളർത്തിയിട്ടുമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ ബാക്കോട്ട് നയിച്ചിട്ടുമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വളരെ ഡീപ്പ് ഡിസ്കഷൻ ആവശ്യമായ ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ലോകം മൊത്തം ഒരു പാൻഡമിക് പടർന്നു പിടിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് വ്യത്യസ്ത റീഫോംസ് ആക്ടുകളും പോളിസികളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, കുറച്ചു മുമ്പ് നമ്മൾ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മേഖലയിൽ ചില മാറ്റങ്ങൾ അവർ കൊണ്ടുവന്ന ദൃശ്യമായി. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വ്യത്യസ്ത മേഖലകളിൽ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ, അതുപോലെ എയർപോർട്ടുകളിൽ തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ പബ്ലിക് സെക്ടറിന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ടുവരുന്നു, പ്രൈവറ്റൈസേഷൻ കൂട്ടിക്കൊണ്ടുവരുന്നു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് എതിർപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് കൂടുതൽ ഗവൺമെന്റ് ഈ ഒരു പാൻഡമിക് സാഹചര്യത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാഹചര്യം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പോളിസിയെ, അതും ഇന്ത്യൻ ഡെമോക്രസിയുടെ
ഹൃദയഭാഗം അല്ലെങ്കിൽ ഹൃദയമായ പാർലമെന്റിൽ ഒരു ചർച്ചക്ക് പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഡിസ്കഷന് പോലും വിധേയമാകാതെ സെൻട്രൽ ക്യാബിനറ്റ് അംഗീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശങ്കക്ക് വക നൽകുന്നുണ്ട്. ആശങ്കകൾ പലപ്പോഴും അതിങ്ങനെ വികസിച്ച് അത് നൂറുകൂട്ടം ചർച്ചകളിൽ എത്തിപ്പെടുകയും ഒരുപക്ഷെ ആ ചർച്ചകളൊക്കെ ഗവൺമെന്റ് സ്വീകരിക്കാൻ തയ്യാറായാൽ നല്ലൊരു ഭാവി നമുക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ പോളിസിയിൽ കൊണ്ടുവരാനും കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മർക്കസ് ഇത്തരം ഒരു സംരംഭത്തിന് മുതിർന്നത്. ചർച്ചകൾ എപ്പോഴും അനിവാര്യമാണ്. ചർച്ചകളെ സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ അതൊരു രാഷ്ട്രീയപരമായ ഒരു വിഷയമായിട്ട് ഞാൻ അവഗണിക്കുകയാണ്. അതേസമയം ഇന്ത്യയിൽ ഒരു പൗരന്മാരെന്നുള്ള നിലയിൽ നമ്മളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഏത് വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തേ പറ്റൂ. അത്തരം ഒരു വ്യൂ പോയിന്റിലൂടെയാണ് ജാമിയ മർക്കസ് ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലുപരി ലോകത്തെ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അൺപ്രിവിലേജഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള ഒരു സ്ഥാപനം എന്നുള്ളതിൽ ഉപരി ഒരു പ്രസ്ഥാനമാണ് മർക്കസ് എന്നുള്ളത്. നമുക്കറിയാം, മുസ്ലിം സമൂഹം ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഒരുപാട് മേഖലയിൽ അവർ പിന്നോട്ട് പോയിട്ടുണ്ട്. അതിന് ചില ചരിത്രപരമായോ വർത്തമാനപരമായോ കാരണങ്ങളുണ്ട്. കാരണങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണെങ്കിലും ആ കാരണങ്ങളെ ഇല്ലായ്മ ചെയ്ത് പരമാവധി മുസ്ലിം സമൂഹത്തെയും മറ്റുള്ള അതുപോലെ ആദിവാസികൾ പോലത്തെ വിഭാഗങ്ങളെയും അതുപോലെ ഇന്ത്യയിൽ വളരെ പാവപ്പെട്ട വീക്കർ സെക്ഷനെയും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും വലിയൊരു ദൗത്യമാണ് കഴിഞ്ഞ കാലത്ത് മർക്കസ് ചെയ്തിട്ടുള്ളത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ഇന്ത്യക്ക് പുറത്തും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഇന്ത്യക്കകത്തും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ കേരളത്തിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലും സ്കോളർഷിപ്പോട് കൂടെയും സ്കോളർഷിപ്പ് ഇല്ലാതെയും പാർഷ്യൽ സ്കോളർഷിപ്പോട് കൂടിയൊക്കെ പഠിപ്പിച്ച് ഇന്ന് ലക്ഷക്കണക്കിന് അലുമിനികളുള്ള ഒരു മഹാപ്രസ്ഥാനമായിട്ട് ജാമിയ മർക്കസ് വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിക്കും അറിയുന്നതാണ്. അതേസമയം മീഡിയ പബ്ലിസിറ്റിയോ മറ്റൊന്നും ഇല്ലാതെ ഇതൊരു സാമൂഹ്യപരമായ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്ഥാപനം തീർച്ചയായിട്ടും സമൂഹത്തിൽ വരുന്ന ഇത്തരം എല്ലാ വിഷയങ്ങളോടും ക്രിയാത്മകമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനോട് രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് എല്ലാ നിലക്കും വിയോജിക്കുക എന്നുള്ള ഒരു തീരുമാനം ഒരിക്കലും മർക്കസോ മർക്കസിന്റെ ശില്പികളോ ഏറ്റെടുത്തിട്ടില്ല. നല്ലതിനൊക്കെ അനുകരിക്കാനും അല്ലെങ്കിൽ പിന്തുണക്കാനും മോശം കാര്യങ്ങളെ അത് വളരെ മാന്യമായിട്ട് നേരിട്ട് ചെന്ന് അവതരിപ്പിച്ച് തിരുത്താനുള്ള ഒരു ആർജവമാണ് മർക്കസും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വ്യത്യസ്ത ആസ്പെക്റ്റുകളിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെ ജാമിയ മർക്കസും പ്രിസം ഫൗണ്ടേഷനും സംയുക്തമായിട്ട് കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് സെമിനാറുകളിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇന്ന് അതിന്റെ അവസാന ദിവസമാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ വളരെ പ്രഗത്ഭരായ 2 വ്യക്തിത്വങ്ങളാണുള്ളത്. ഒന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും വളരെ പ്രഗത്ഭനായ ഗൈഡും അതുപോലെ ധാരാളം പേപ്പറുകളും മറ്റുമൊക്കെ പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്ത വളരെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ CV-യിലൂടെ ഞാനൊന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ വളരെ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസും ബുക്സും ഒക്കെ പ്രസിദ്ധീകരിച്ച വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ് അദ്ദേഹം, ഡോക്ടർ സുരേഷ് ബാബു. അദ്ദേഹം NEP ബിയോണ്ട് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ടെക്സ്റ്റിന്റെയും കോണ്ടെക്സ്റ്റിന്റെയും അപ്പുറത്ത് NEP എന്താണ് എന്ന് അദ്ദേഹം നമ്മോട് തീർച്ചയായിട്ടും പറയും. അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഒരുപാട് ആംബിഗ്യൂസ് ആയിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് പലപ്പോഴും പിടുത്തം കിട്ടാത്ത ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ ഫിലാന്തറോപ്പിക് പാർട്ട്നേഴ്സിനെ അനുവദിക്കാൻ സർക്കാർ തയ്യാറാണ്. ആരാണ് ഈ പാർട്ട്നേഴ്സ്? അവരെല്ലാ ഫിലാന്തറോപ്പിക് പാർട്ട്നേഴ്സിനും സർക്കാർ അനുവാദം കൊടുക്കുമോ? അതുപോലെ മറ്റൊരു സ്ഥലത്ത് NEP-യിൽ പറയുന്നുണ്ട്, പിന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് സ്കൂളുകളെ ഉയർത്തിക്കൊണ്ടുവരണം.
അതുപോലെ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കണം. ഓൺലൈൻ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞതിന്റെ തൊട്ടടുത്ത് തന്നെ ഗൂഗിൾ സിഇഒ ഇന്ത്യയിൽ റിലയൻസ് ഇൻഡസ്ട്രിയിൽ വന്ന് മില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡിനെയും അതുപോലെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷനെയും ബന്ധിപ്പിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഫോറിൻ പാർട്ട്നേഴ്സിന് തീരെഴുതി കൊടുക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ വളരെ സജീവമായിട്ട് ഓരോ ഇന്ത്യൻ പൗരന്റെ മുന്നിലുണ്ട്. അങ്ങനെ 100 കൂട്ടം ആശങ്കകൾക്കിടയിൽ NEP ബിയോണ്ട് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നുള്ള ഈ വിഷയം തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. മറ്റൊരു പ്രസന്റേഷൻ ഇവിടെ നടത്തുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ KP മനോജൻ. അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പ്രഗത്ഭനായ ഗൈഡും അതുപോലെ ധാരാളം പ്രൊജക്റ്റുകൾക്കും മറ്റുമൊക്കെ നേതൃത്വം കൊടുത്ത ഒരു മഹാനായ വ്യക്തിത്വമാണ്. ആദിവാസികളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ ആദിവാസികളെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പഠിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന്റെ PhD തിസീസും അത്തരം ഒരു തിസീസാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ തീരെ ശ്രദ്ധ ലഭിക്കാത്ത ഒരു വിഭാഗം എന്നുള്ള നിലയിൽ NEPയിൽ അവരുടെ സ്വാധീനം അല്ലെങ്കിൽ NEP കൊണ്ട് അവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയോ എന്നുള്ള ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ KP മനോജൻ നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ടോപ്പിക് പെഡഗോജി ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ദ ന്യൂ നോർമൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് NEP എന്നുള്ളതാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ നീട്ടി സംസാരിക്കുന്നില്ല. ആദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ സുരേഷ് ബാബു. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ ഉമർദു ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, my co-panelist. First, let me express my gratitude to the organizers conducting such an event, which is very much important for the nation in general and the youth in particular. Without going to the details of what this policy all about, because we have been discussing this, if I remember correctly, 2015 മുതൽ ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. 2015 മുതൽ ഇത് നടക്കുന്നുണ്ടായിരുന്നു. 2015 എനിക്ക് 2 ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്യുമെന്റ്സിൽ പറയുന്നത് കൺസൾട്ടേറ്റീവ് പ്രോഗ്രാം ആയിട്ടാണ്. അത് കുറച്ച് അക്കാഡമിക്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് 2 ഡോക്യുമെന്റ്സ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡോക്യുമെന്റിന്റെ വെളിച്ചത്തിലാണ് 2 വർഷത്തിന് മുമ്പ് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ആ ഡ്രാഫ്റ്റ് 460ഓളം വരുന്ന പേജ്, അത് ഞങ്ങൾ JEDനൊക്കെ വളരെ എക്സ്റ്റെൻസീവായിട്ട് ഡിസ്കസ് ചെയ്തു. എൻ്റെ സെന്ററിൽ തന്നെ, സാക്രിഫൈസ് സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ സ്റ്റഡീസ് തന്നെ, ഞങ്ങൾ സീരീസ് ഓഫ് ഡിസ്കഷൻ ഞങ്ങളും ടീച്ചേഴ്സും കുട്ടികളുമായിട്ടൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അതിൻ്റെ ക്രക്സ് വന്നു കഴിഞ്ഞു. 60 പേജുള്ള ഒരു ഡോക്യുമെന്റ്. അപ്പോൾ ഏകദേശം 5 വർഷത്തോളം പണിപ്പുരയിലായിരുന്നു എന്നുള്ളതാണ്. So it's not all of a sudden prepared a document. There was a lot of discussion went on to make this policy as possible എന്നുള്ളൊരു സൂചന കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പോളിസിയെ കുറിച്ച് സർക്കാർ ആലോചിച്ചതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ 1950 മുതൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വിവരണം നൽകുന്നത്. 1952 പോളിസി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 30 സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം,
എഡ്യൂക്കേഷനും ഡെമോക്രസിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ? പോളിസിയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ഗോയിങ് ടു ഷേപ്പ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. അതായിരുന്നു ഒരു മുദ്രാവാക്യം. അല്ലെങ്കിൽ വിദഗ്ധനായ പണ്ഡിതനായ ഡോക്ടർ ജോൺ ഡൂയി പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഒരു സൊസൈറ്റിയെ ഡെമോക്രാറ്റിക് ആയിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ, ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. So without education, you cannot make any foundational principles of education. അപ്പോൾ what actually we should think of, അല്ലെങ്കിൽ ഒരു സമൂഹം ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യുമ്പോൾ, ഇന്ത്യൻ ഡെമോക്രസി ബീയിങ് ദ ലാർജസ്റ്റ് വൺ, ദ മോസ്റ്റ് സക്സസ്ഫുൾ വൺ, മീൻസ് എഡ്യൂക്കേഷൻ എന്തോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. അതായത് കഴിഞ്ഞ 70 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്ന 2 പാരലൽ പ്രോസസ്സാണ് ഡെമോക്രാറ്റൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഈ 2 പ്രോസസ്സും പരസ്പരം പൂരകങ്ങളായിരുന്നു എന്നുള്ളൊരു വിശദീകരണവും നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എഡ്യൂക്കേഷൻ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടോ? വലിയൊരു ചലഞ്ചാണ്. യെസ്റ്റർഡേ നമുക്കറിയാലോ, ഇന്നലെ വന്ന ഒരു റിപ്പോർട്ടിൽ ലിറ്ററസി റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് കേരളത്തിലാണെന്ന് പറയുന്നു, 96%. അപ്പൊ ഇത്രയും ലിറ്ററസി റേറ്റിലേക്ക് നമ്മൾ വളരെ മുന്നിലാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. പക്ഷേ എങ്കിൽ ഇത്രയും ലിറ്ററസി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റിക് പ്രോസസ് ഇപ്പോഴും ക്രൈസിസിലാണെന്ന് പല വിദഗ്ധരും പറയുന്നതിന്റെ കാരണം? That means somewhere down the line there is a problem with education and the problem with the democracy. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് എഡ്യൂക്കേഷണൽ പോളിസി ബിക്കംസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഇതാണ് ആക്ച്വലി വാട്ട് മീൻ ടു ബി എ പോളിസി ഓൾ അബൌട്ട്. ഒരു പോളിസി ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അതിന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു, അതാണ് ബിയോണ്ട് ടെക്സ്റ്റ്. വാട്ട് വി ക്യാൻ റീഡ് ഫ്രം ദ ടെക്സ്റ്റ്, സംതിങ് ബിയോണ്ട് വാട്ട് ഈസ് ദെയർ ഇൻ ദ ടെക്സ്റ്റ്. ഇറ്റ് ഡസന്റ് ടേക്ക് ഔട്ട് ഫ്രം ദ വാട്ട് വി ആക്ച്വലി സേ. പക്ഷെ നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഈ കഴിഞ്ഞ ഒരു 1952 മുതലുള്ള പോളിസികൾ അനലൈസ് ചെയ്തുകൊണ്ടപ്പോൾ ഈ 2 ആശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൂരകങ്ങളല്ല. അത് ആശയം കൊണ്ട് മാത്രമല്ല, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വന്ന ചില തകരാറുകളും കൂടെയാണ്. അതും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? നമ്മളൊരു ഡെമോക്രസി ആണെന്ന് ക്ലെയിം ചെയ്യുമ്പോൾ പോലും ആർ വി ഡെമോക്രാറ്റിക്? നമ്മൾ റിട്രേറ്റ് സൊസൈറ്റി ആണെങ്കിൽ പോലും ആർ വി ഡെമോക്രാറ്റിക്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എത്രമാത്രം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു കഴിഞ്ഞു നമുക്ക് ഹയർ എഡ്യൂക്കേഷനിൽ 1950 ഒരു ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്ക് 236 കോളേജസും യൂണിവേഴ്സിറ്റീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നോക്കി അതിന്റെ ഒരു എക്സ്പാൻഷൻ. 60 ലക്ഷത്തോളം ടീച്ചേഴ്സ് സ്കൂളിൽ മാത്രം, 60 ലക്ഷം ടീച്ചേഴ്സ്. അതായത് കഴിഞ്ഞ 70 വർഷമായിട്ട് നമ്മൾ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്, both in terms of human resource as well as the economy on education is huge. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു എഡ്യൂക്കേഷണൽ ലാൻഡ്സ്കേപ്പ്, അത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് ഇന്ത്യയിലാണെന്ന് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഇന്ത്യയിലാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതുകൊണ്ടായിരിക്കാം വിദഗ്ധന്മാരും പറയുന്നത് ഈ ഇക്കോണമി ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി ഈസ് ഗോയിങ് ടു ബി എ മേജർ പ്ലെയർ in the global economy means the human resource is actually shaping. നമ്മളുടെ റിസോഴ്സസ് നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു തോന്നൽ പൊതുവെ എല്ലാവരിലും എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിന്റെ അവസ്ഥ. അതിനെക്കുറിച്ച് അല്പം കൂടെ ഡീറ്റെയിൽ സംസാരിക്കാം. അതാണ് കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത്രയും എക്സ്പാൻഷൻ നടന്നെങ്കിലും കുറെ കൂടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡേറ്റയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നത് സൊസൈറ്റി സെർട്ടൻലി അൺഈക്വൽ ആണല്ലോ. അതുകൊണ്ട് ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലും ഇൻഇക്വാലിറ്റി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ഡേഞ്ചറാണ്. വലിയൊരു ക്രൈസിസ് മാത്രമല്ല, ഡേഞ്ചർ കൂടെയാണ്. സൊസൈറ്റിയിൽ ഇൻഇക്വാലിറ്റി എങ്ങനെയാണോ നമുക്ക് കാണാൻ കഴിയുക, അതേ രീതിയിലുള്ള ഇൻഇക്വാലിറ്റി ഈസ് റീപ്രൊഡ്യൂസ്ഡ് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സിസ്റ്റത്തിനെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ ഡെമോക്രാറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുക? ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രാറ്റൈസ് ചെയ്തിട്ടുണ്ടോ? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോക്രാറ്റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നടത്തുന്ന പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മീൻസ് എഡ്യൂക്കേഷണൽ ഇൻഇക്വാലിറ്റി ഈസ് ഗ്രോയിങ്. ലേറ്റസ്റ്റ് സ്റ്റഡി വരെ പറയുന്നതാണ്. ലേറ്റസ്റ്റ് സ്റ്റഡി വരെ നമ്മളോട് പറയുന്നത് educational inequality is growing very fast in Indian context. The latest data available ആണ്. കൾച്ചറൽ രൂപത്തിലായിരിക്കാം, സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഘടകങ്ങളായിരിക്കാം, റീജിയണൽ വേരിയേഷൻസ് ഉണ്ടാകാം. അപ്പോ ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് എഡ്യൂക്കേഷൻ എന്ന് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, എ ഡെമോക്രാറ്റിക് സൊസൈറ്റി, India being a democratic society, how it contributed to the expansion of educational institutions in terms of developing human resources, in terms of huge investment on education. But at the same time, inequality is getting reproduced in the educational system. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, although we have democracy, we are not democratic. Although we have this much of educational institutions, our institutions are not democratic. എനിക്ക് തോന്നുന്നു ഈ രണ്ട് കോണ്ടെക്സ്റ്റിലാണ് എഡ്യൂക്കേഷൻ പോളിസി പ്ലേസ് ചെയ്യേണ്ടത്. ഈ രണ്ട് കോണ്ടെക്സ്റ്റിലായിരിക്കണം ഏതൊരു സമയത്തും എഡ്യൂക്കേഷണൽ പോളിസിയെ പ്ലേസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, the policy doesn't speak much of what we are going to achieve as a democracy. So I have a clear doubt on whether the present policy text suggests us to leading to or shaping a democratic society or making our education institutions democratic. I would say it is a deliberate attempt. It is not ignorance. This is a deliberate attempt by the policymakers and the political thinkers or the ruling elites to avoid certain critical questions in the education system. We should keep on asking. We should keep on asking this fundamental question. We need a democratic society.
our institutions are to be democratic. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യം, 2 വർഷമായിട്ട് സർക്കാർ ഈ ഒരു പോളിസിയെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു എന്ന് ക്ലെയിം ചെയ്യുകയാണ്. അതായത് 2 ലക്ഷത്തിൽ കൂടുതൽ സജഷൻസ് ഡ്രാഫ്റ്റ് വന്നതിന് ശേഷം സർക്കാരിന് കിട്ടി എന്നുള്ളതാണ് ഒരു അവകാശം. 2 ലക്ഷത്തിൽ കൂടുതൽ സജഷൻസ്, because the government website they put up the notice that whoever so wanted to suggest with regard to shaping this draft, they can send the recommendation. I remember my university, my own center, teachers association, students, they have all prepared a document and sent it to the ministry. So my suggestion, my worry is that 2 ലക്ഷം സജഷൻസ് കിട്ടിയ ഒരു പോളിസി ഈ ലോകത്ത് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. 2 ലക്ഷം സജഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ക്ലെയിം ചെയ്യുന്നത് 2 ലക്ഷത്തിൽ കൂടുതൽ സജഷൻ. സർക്കാർ എവിടെയെങ്കിലും റിവീൽ ചെയ്തു ഇതൊക്കെയാണ് മേജർ സജഷൻ? ഡ്രാഫ്റ്റ് നമ്മളെ കയ്യിലുണ്ടല്ലോ. സർക്കാർ എവിടെയെങ്കിലും പറഞ്ഞു? We don't know. We are clueless about. ഈ 2 ലക്ഷം സജഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളോട് പറയണ്ടേ? പബ്ലിക്കിനോട് പറയണമല്ലോ. പോളിസി ഡോക്യുമെന്റ് ഒരു എക്സ്പെക്ടഡ് ഡോക്യുമെന്റ് ആണ്. ഓക്കെ, വി നോ ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ ദ പബ്ലിക് ടു റീഡ്. സോറി, ദ എക്സ്പെക്ടഡ് ഡോക്യുമെന്റ്. പക്ഷെ പബ്ലിക് 2 ലക്ഷം സജഷൻ കൊടുത്ത് ഈ സജഷൻസ് എന്താണെന്ന് പബ്ലിക്കിന് അറിയണമല്ലോ. അതുകൊണ്ട് എന്താ പറയാതെ? ഈ 60 പേജുള്ള പോളിസിയിൽ ഈ 2 ലക്ഷം സജഷനിൽ ഏതെങ്കിലും ഒരു സജഷൻ ആഡ് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സർക്കാർ പറയാതെ? ഈ പോളിസി വന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മിക്കവാറും ഒന്നല്ലെങ്കിൽ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം മിനിസ്ട്രിയിൽ നിന്ന് ഒരു സെമിനാർ ഉണ്ടാവും, വെബ് സെമിനാർ, റൈറ്റ്? ഇന്നലെ ഉണ്ടായിരുന്നല്ലോ വെബ് സെമിനാർ, സർക്കാർ തന്നെ നടത്തുന്നു. എന്തുമാത്രം ഒന്ന് അന്വേഷണം നടത്തി നോക്കിക്കേ. ഈ പോളിസി വന്നതിന് ശേഷം സർക്കാർ, അതായത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ നിന്നും എന്തുമാത്രം സെമിനാർ അവർ ഓർഗനൈസ് ചെയ്തു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആസ് എ സ്റ്റുഡന്റ് ഓഫ് എഡ്യൂക്കേഷൻ, വാട്ട് ഐ ഷുഡ് റീഡ് from the government. Last 2 years they have been preparing a document. 2 lakh suggestions already came, and then the final document has come. Beyond that, the government is doing rounding up the same policy to justify. That's why doubt we have. The public at large has a doubt on what exactly going on. I remain clueless because every day somebody would come and talk of. Yesterday I could learn a new concept called what is learning. We should not talk of study, we should think of learning. In the document it says critical learning. Is it deliberate attempt? Nowhere in the world we have not we saw any ruling government soon after the declaration of the policy justifying last 1 month what they have been doing. That means there is no serious attempt. Otherwise, these 2 lakh suggestions have not been incorporated. Why the government every day wants to defend that? Something they have been doing and justify. What they have done is justified. That's why doubt. In other words, whatever they have written in 60 pages is going to be contextualized.
They want to give a new meaning to it. But in reality, nothing is there. So the government wants to define that whatever they have written as a policy, that is ultimate. It is going to have a revolutionary change in the educational domain, in economy, so on and so forth. Where is it? First 2-3 pages you can read. Then after that you lost. You don't get any idea about that. So therefore, many times I read, I am unable to comprehend what exactly they want to communicate. You should read 1952 document or 1986 and then compare with these documents. You will come to know that what extent the serious process or thought process went on to understand education. I think that is missing. The real problem, what I try to highlight, 2 issues that was fundamental for a democratic society, is missing completely in this system, in this document. Right. So these are the questions perhaps we should ponder over. This is not merely a document. This document silences, and the government wants to justify why they wanted to have this document, and then they have an intention that I will briefly discuss. I think I may not have much of time. I think 2-3 points. പാൻഡമിക് ടൈമിലാണല്ലോ ഏറ്റവും കൂടുതൽ പോളിസിയെ കുറിച്ചൊരു ഡിബേറ്റ് വരുന്നത്. ഈ സർക്കാർ 2ാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പാൻഡമിക് ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ പോളിസി ഈ സർക്കാർ ഡിസ്കസ് ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ പോളിസി ഉൾപ്പെടെ. ഇതേ സമയത്താണ് 2-3 ഇൻസിഡൻസ് ഹാപ്പൻഡ്. അത് മീഡിയ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാത്ത 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് സർക്കാർ ചെയ്യുന്നതെന്നും എന്താണ് സർക്കാർ ഇവിടെ പോളിസിയിൽ പറയുന്നതെന്നും ഒന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഹിഫ, ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി, അത് ഞങ്ങളൊക്കെ അറിഞ്ഞത് ഇങ്ങനെ ഒരു ആശയം വരുന്നു എന്നുള്ളത് 2015 തന്നെ അറിഞ്ഞു. 2018 അതിനൊരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ടായി. കാനറ ബാങ്കും MHRDയും കൂടെ ചേർന്ന് ഒരു ഏജൻസി രൂപീകരിച്ചിട്ടുണ്ട്. ആ ഏജൻസി ആണ് അടുത്ത് എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു പഠനവും അവലോകനവും പിന്നെ ഇതിനുള്ള ഫിനാൻസ് നടത്തുന്നത് ഈ ഏജൻസി ആയിരിക്കും, ഹിഫ ആയിരിക്കും. അപ്പൊ ഹിഫയുടെ ഡോക്യുമെന്റിൽ ഇപ്പൊ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദാറ്റ് മീൻസ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും യൂണിവേഴ്സിറ്റി ആയിരുന്നാലും കോളേജസ് ആയാലും that means funded by the government is not going to have a public fund anymore. ഇനി ഹിഫ ലോൺ കൊടുക്കുക ചെയ്യണം. $29,000 പ്രപ്പോസൽസ് വന്നു കഴിഞ്ഞു എന്നാണ് ആർഗ്യുമെന്റ്. ഏകദേശം 30,000 പ്രപ്പോസൽസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൽ ഏകദേശം 90% അവർ അംഗീകരിച്ചു കഴിഞ്ഞു. This is for your information also. My university, JNU, was the first university got this loan. 480 crores, something like that. We all got a letter from Vice Chancellor congratulating every faculty, employees in the university that we got this loan. It is a prestige for my university, right? But ഒരു സൈഡിൽ പോളിസി പറയുന്നത് what the government exactly does is something completely different. No media reports this kind of issues. വളരെ ക്ലിയർ ആണ്. ഈ പോളിസിയിൽ കൊമേഴ്സ്യലൈസേഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, പ്രൈവറ്റൈസേഷനെ കുറിച്ച് പറയുന്നില്ലല്ലോ. യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ്. That means
public institutions are also going to be slowly and gradually privatized. And this is a new crisis the government is going to create in the educational system. It is not a crisis in the education. The regime wants to create a new crisis in the educational system, and this is the mechanism through which they will operate it. On the other side, policy നോക്കിക്കേ, സർക്കാരിന് ഇത്ര ശതമാനം ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, 6% ഇൻവെസ്റ്റ്മെന്റ്, GDP 6% ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുള്ളതൊക്കെ വലിയ ക്ലെയിമാണ് നടത്തിയേക്കുന്നത്. അതായത് 36 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു പോളിസി, റെവല്യൂഷണറി ചേഞ്ച് പ്രതീക്ഷിച്ചുകൊണ്ട് അതാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. എന്താ ആക്ച്വലി സംഭവിച്ചത്? One of the best universities is going to be privatized, not going to be already privatized. And this is the real character of the government and the policy document that is shown to us. This is what they are going to offer to the people at large. Therefore, this context of this policy, this government every day going to justify, it doesn't connect to the reality, what they have been doing. There is a gap. This is not merely a gap, it is a deliberate attempt to eyewash the public what they have been doing. That we have seen. It is not first time, after 6 years, the public at large realize the fact that what they have been doing. രണ്ടാമത്തെ കാര്യം, വേറൊരു ഡോക്യുമെന്റ് കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുത്താൻ വേണ്ടി മാത്രം, എന്താ സർക്കാർ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പോളിസിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ ട്രഡിഷൻ, കൾച്ചർ, നമ്മളുടെ സിവിലൈസേഷൻ, ഇതിനെയൊക്കെ നമ്മൾ ഒന്നും കൂടെ എംബ്രേസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഒരു ഗ്ലോബൽ സൂപ്പർ പവറായി മാറണമെങ്കിൽ, ഗ്ലോബൽ സൂപ്പർ പവർ ഇൻ ടേംസ് ഓഫ് നോളജ്, we should embrace our tradition, culture. അതിനുവേണ്ടി എന്താ ഉദ്ദേശിച്ചത്? ബേസിക്കലി എല്ലാവർക്കും അറിയാലോ ഡോക്യുമെന്റ്. സാൻസ്ക്രിറ്റ് എന്ന ഭാഷ എല്ലാ കുട്ടികളും പഠിക്കുമ്പോൾ നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ളൊരു സിവിലൈസേഷൻ എംബ്രേസ് ചെയ്യാനോ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആവുമെന്നൊരു ഒരു ധാരണ ഈ പോളിസിയിൽ പൊതുവേ ഉണ്ട്. അത് ധാരാളം ആൾക്കാർ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്, ഇത്രയും വൈവിധ്യമായിട്ടുള്ളൊരു നാടാണ്, നാനാതരത്തിലുള്ള ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹമാണെന്ന് നമുക്കറിയും. ലേറ്റസ്റ്റ് എത്ര പേരായി സാൻസ്ക്രിറ്റ് ഉപയോഗിക്കുന്നവർ എവരിഡേ ലൈഫിൽ? നമ്മൾ പറയുന്നുണ്ടല്ലോ, എത്ര പെർസെന്റായി സാൻസ്ക്രിറ്റ് എവരിഡേ ലൈഫിൽ? എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഹൗസ് ഹോൾഡിൽ സാൻസ്ക്രിറ്റ് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ പറഞ്ഞു തരും, എത്ര പെർസെന്റ് ഉണ്ടാവും ഇന്ത്യയിൽ? ഹാർഡ്ലി 2%, or let us be, or a 4% or a 3%. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി, ആ ബ്രാഹ്മിൻസ് ആണ് ബേസിക്കലി ഈ ഒരു ഭാഷയിൽ അവരാണല്ലോ ഇത് മോണോപ്പൊളൈസ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഭാഷയാണെന്നല്ലോ. എത്ര ബ്രാഹ്മിൻസ് ഫാമിലീസ് ആണ് അവരുടെ കുടുംബത്തിൽ, അവരുടെ ഫാമിലിയിൽ പാരൻസോ കുട്ടികളോ സംസാരിക്കുക ഇവരുടെ ഇന്ററാക്ഷനിൽ? നമുക്കറിയണമല്ലോ. ഈ സർക്കാർ എന്താ അങ്ങനെ ഒരു ഡേറ്റ് തരാത്തെ? അല്ലെ? അപ്പൊ 3% സംസാരിക്കുന്ന, ഈ ലോകത്ത് ഇന്ത്യയിൽ 3% സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ സാൻസ്ക്രിറ്റ് ആണ് എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം ഈ പോളിസിയിലൂടെ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഹിന്ദി. അപ്പൊ അത് ഭാഷ മാത്രമല്ല എന്ന് മനസ്സിലായി. അതിന്റെ ഐഡിയോളജിയും പൊളിറ്റിക്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എക്സാക്ട്ലി. പക്ഷെ ഇതാണ്. അപ്പൊ അതിനകത്ത് പോളിസിക്കകത്ത് ചില ഇന്റൻഷൻസ് ഉണ്ട്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ. പോളിസി ഇസ് നോട്ട് മിയർലി എ ടെക്സ്റ്റ്, ഇറ്റ് ഓൾസോ കമ്മ്യൂണിക്കേറ്റ്സ് ദ ഇന്റൻഷൻ ഓഫ് ദ ഗവൺമെന്റ്. ആദ്യത്തെ 2-3 പേജ് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണത് ഡീൽ ചെയ്യുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെയുള്ള ചില പൊസിഷൻസ് സർക്കാർ അതിനകത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ പോളിസി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പരിഷത്തുകാർ
വിശ്വ ഹിന്ദു പരിഷത്തുകാർ അവർ തന്നെ പറയുകയായിരുന്നല്ലോ, ഞങ്ങൾ പറഞ്ഞ 60% കൂടുതൽ സജഷൻസ് ഈ പോളിസിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. റൈറ്റ്, സോ ലെജിറ്റിമൈസ് ഇറ്റ്. അപ്പൊ ആരുടെ ഭാഷയാ ഈ പോളിസി? 5 വർഷം കൊണ്ട് ഇന്റലക്ച്വൽസ്, ഇവിടുത്തെ വിദഗ്ധന്മാർ എഴുതി കൂട്ടിയ ഒരു ഡോക്യുമെന്റ്, 2 ലക്ഷം സജഷൻസ് വന്ന ഒരു ഡോക്യുമെന്റ്, അവസാനം 60 പേജ് ആയി വന്ന ഒരു ഡോക്യുമെന്റ്. 2 ദിവസം അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു പർട്ടിക്കുലർ സംഘടന പറയാണ് ഞങ്ങൾ പറഞ്ഞ 60% അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈസ് ഇറ്റ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി? പാർലമെന്റ് പോലും ഡിസ്കസ് ചെയ്യാതെ ക്യാബിനറ്റിൽ തീരുമാനിച്ച ഒരു ഡോക്യുമെന്റ് ലാസ്റ്റ് 1 മാസം കൊണ്ട് അവർ ഡിസ്കസ് ചെയ്യുക. 1 മാസം കൊണ്ട് സർക്കാർ ഡിസ്കസ്. യെസ്റ്റർഡേ ഓൾസോ ദേ ഹാവ് ബീൻ ഡിസ്കസിങ് ആൻഡ് ജസ്റ്റിഫൈങ്. So therefore this text speak beyond the text, and the intention is very clear: privatization. ഞാൻ പറഞ്ഞു, at least the public institutions are not going to be funded by the government. അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നിങ്ങൾ അറിഞ്ഞോ അറിയത്തില്ല എന്ന് എനിക്ക് അറിയത്തില്ല. ഒന്ന് എം എച്ച് ആർ ഡിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സർക്കാർ ഈ 2-3 മാസത്തിനകത്ത് 5 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സാൻസ്ക്രിറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ചു കഴിഞ്ഞു. I think we had hardly 3 Sanskrit study centers. ആ റിസർച്ചായിട്ട് ബന്ധപ്പെട്ടാണ് 3-4 റിസർച്ച് സെന്റേഴ്സേ ഉള്ളത്. സാൻസ്ക്രിറ്റ് വേണമെന്ന് ആരും പറയുന്നില്ല. ഇറ്റ്സ് ഗുഡ്. You should learn the language. As a multicultural society, you should study, understand it. We are not against Sanskrit. So, 3 Sanskrit centers, now they are going to convert into central universities. On top of that, they have sanctioned 2 more. So there are 5 central universities specializing on Sanskrit. Right? And സർക്കാർ എവിടെ നിന്ന് കണ്ടെത്തും? എന്തിനാണാവോ ഇങ്ങനെ ഒരു സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി? എന്നിട്ട് they have identified 18 colleges in India. Every state got 1 college. In കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഗുരുവായൂരപ്പൻ കോളേജ് is going to be a specialized center on Sanskrit studies. 18 കോളേജസും 5 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇന്ത്യ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു സാൻസ്ക്രിറ്റ് സ്പെഷ്യലൈസ്ഡ് സെന്റർ ആവാൻ പോകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണ്, what does the government does that is unknown to the public, and what the policy speaks something completely different from the reality. It's not only contradiction, it's a deliberate attempt to confuse the public at large. Otherwise, whatever this policy suggests, something very unique, for example, interdisciplinary, multidisciplinary, so on and so forth, to my mind, is just an eyewash. Because the government wants to show that something new they are. Maybe the average educated citizen should understand that this government is going to offer something new to the public. Otherwise, it is just an eyewash. With these words, I will stop. Thank you. Thank you, Dr. Suresh. Thank you very much. This was very nice presentation, and this is what very intellectual also, and we got very much insights beyond the text and context. He has explained 2 contexts before explaining in the NEP text whether the NEP is addressing a democratic society, and the NEP is itself is a democratic, and he explained many insights, and he raised many doubts and questions in NEP,
definitely it will be very useful for us in making our own policies of educational institutions. And very interestingly, he has raised one issue that the Parishad has told 60% of their suggestions have included in the 60 page of NEP. This is very much amazing, and we are very much become to be cautious about the NEP. And the next, we will move to the next presentation by Dr. KP Manojan. He is the assistant professor at Tata Institute of Social Science. I warmly welcome you, sir. Thank you, Dr. Umar Farooq Saqafi. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കണ്ട്. ഓക്കെ. ഒന്ന് ഈ ഒരു പരിപാടി തന്നെ വിളിച്ചതിൽ സുബൈറിനോടും അതോടൊപ്പം തന്നെ മർക്കസിന്റെ എല്ലാ സംഘാടകരോടും നന്ദി അറിയിക്കുകയാണ്. ഇതൊരു അംഗീകാരമായിട്ടും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ഒന്ന് തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, സുരേഷ് സാർ സംസാരിച്ചതുപോലെ, ഡോക്ടർ സുരേഷ് സംസാരിച്ചതുപോലെ, എങ്ങനെയാണ് നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു നയ ഡോക്യുമെന്റിനോട്, ഒരു നയരേഖയോട് പ്രതികരിക്കുക എന്നുള്ളതാണ് ഡോക്ടർ സുരേഷ് സംസാരിച്ചിട്ടുണ്ടായത്. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ നയരേഖകൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് സാമൂഹിക സോഷ്യൽ പോളിസി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ രേഖകളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ആസ്പിറേഷൻസ് എന്നാണ് പറയുക എഡ്യൂക്കേഷനകത്ത്. ആസ്പിറേഷൻസ് മുന്നോട്ട് വെക്കുകയും അല്ലെങ്കിൽ ആസ്പിറേഷനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് അവിടുത്തെ സിവിൽ സൊസൈറ്റിയുമായിട്ട് ഏത് രീതിയിൽ ഇടപെടുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ ഇടപെടുന്നു എന്നുള്ളതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നയരേഖകളെ സമീപിക്കുക. അപ്പോൾ ഒന്ന്, നമ്മൾ വളരെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ കാലങ്ങളിലും നമ്മുടെ ഒരു സാമൂഹ്യ പുരോഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സാമൂഹ്യ പുരോഗതി എന്ന് പറയുന്നത് വളരെ കൃത്യമായും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രക്രിയയിൽ നിന്ന് വേറെ ഒരു ഫിനോമിനനാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ പല വിഭാഗങ്ങൾ, അല്ലെങ്കിൽ പല ജാതി, പല സംസ്കാര, പല പ്രാദേശികമായിട്ടുള്ള പല മതവിഭാഗങ്ങൾ, അപ്പം അത്തരത്തിലുള്ള വിവിധ വൈജാത്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സങ്കലിത സാമൂഹ്യ ഭൂമിശാസ്ത്രമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അപ്പം അതിൽ കൃത്യമായിട്ടും അതിനെ നിർണ്ണയിക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ബഹുസ്വരതയുടെ ഒരു രാഷ്ട്രീയം തന്നെയാണ്. അതിൻ്റെ ഒരു ബഹുസ്വരതയുടെ ഒരു രാഷ്ട്രീയം തന്നെയാണ്. അതായത് എന്തുകൊണ്ട്, എങ്ങനെ പലജാതി സംസ്കാരങ്ങളും പലജാതി ജീവിത രീതികളും പലജാതി ഭാഷകളും എല്ലാം തന്നെ നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റിയുടെ സിമ്പലായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഒരു എത്നിസിറ്റി, അല്ലെങ്കിൽ ഒരു സൗത്ത് ഏഷ്യക്കകത്തുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടെറിട്ടറിയുടെ എത്നിസിറ്റി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഡൈവേഴ്സിറ്റിയുടെ ഒരു റിസംബ്ലൻസ് ആണ്. അപ്പൊ അതിനൊരു മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ കൾച്ചേഴ്സിനെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു സിമ്പലാണ് അതിനുള്ളത്. അപ്പോൾ വളരെ കൃത്യമായിട്ടും ഈ മൾട്ടിപ്ലിസിറ്റി, ഈ ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സെഗ്മെന്റിനെ എപ്പോഴും പിടിച്ചു നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവിടെ ഉണ്ടായിട്ടുള്ള നയരേഖകളുടെ ഒരു ക്രെഡിബിലിറ്റി കൊണ്ടാണ്. അപ്പൊ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ തുടർച്ചകളിൽ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ വിദ്യാഭ്യാസ നയരേഖകളെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഓഫർ ചെയ്തിട്ടുള്ള ചില ഡോക്യുമെന്റുകളായിരുന്നു. നമ്മൾ എടുത്തു നോക്കാം. അതായത് ഇപ്പം 1944-46 ഡോക്യുമെന്റ് ഉണ്ടാകുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അതിനുശേഷം 66 ഡോക്യുമെന്റ് ഉണ്ടാകുന്നുണ്ട്. 68 നയരേഖ വരുന്നുണ്ട്. പിന്നീട് 86 മറ്റൊരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വരുന്നു. അതാണ് ഒരു പക്ഷേ നമ്മുടെ എൻഗേജ് ചെയ്തിരുന്ന പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഉൾപ്പെടെ നമ്മൾ എൻഗേജ് ചെയ്തിരുന്ന നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിലൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, വിവിധമായിട്ടുള്ള കൺസേണുകൾ ഫോർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിവക്ഷ, അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വിവക്ഷ, ഇതിനെയൊക്കെ വളരെ മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആയിരുന്നു
നമ്മുടെ പോളിസി ഡോക്യുമെന്റുകളിലൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലായി. ഇപ്പം 1986 NPന്റെ ഡോക്യുമെന്റ് ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അതായത് ഒന്നാമത് എന്താണ് ഇന്ത്യയുടെ ഇന്നിക്വാലിറ്റി എന്താണ്, ഇന്നിക്വാലിറ്റി വിദ്യാഭ്യാസത്തെ നമ്മൾ എങ്ങനെ കാണും, ഇതിനെ നമ്മൾ എങ്ങനെ റീഓറിയന്റ് ചെയ്യും, അതിനുള്ള നയപരിപാടികൾ ഏർലി എഡ്യൂക്കേഷനിൽ എങ്ങനെ ചെയ്യാം, സെക്കൻഡറി സ്കൂളിൽ എങ്ങനെ ചെയ്യാം, ഹയർ എഡ്യൂക്കേഷനിൽ എങ്ങനെ ചെയ്യാം, യൂണിവേഴ്സിറ്റികളെ എങ്ങനെ നമുക്ക് സമീപിക്കാം, കോളേജുകളെ എങ്ങനെ സമീപിക്കാം. അപ്പൊ അങ്ങനെ വളരെ മെറ്റീരിയലായിട്ട് അതിനെയൊക്കെ മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള നയരേഖകളൊക്കെ തന്നെ ഇതിലുണ്ട്. തീർച്ചയായിട്ടും അതിനോടൊക്കെയുള്ള വിമർശനങ്ങളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. NPയോടൊക്കെ വളരെ വിമർശനാത്മകമായി സമീപിച്ച പലരും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനൊക്കെ ഇപ്പോഴും അതിനെ കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രോട്ടോഗണിസ്റ്റ് ഓഫ് NP 2020 മസ്റ്റ് ബി ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭരണഘടന എന്ന് പറയുന്ന ഇന്ത്യൻ വ്യവസ്ഥയിൽ ഏത് രീതി സാമൂഹ്യ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിൽ വിദ്യാഭ്യാസം എന്നതിനെ എങ്ങനെയൊരു ടൂളായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ദാരിദ്ര്യത്തെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും, ഒരുപക്ഷെ നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇതിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും. അപ്പം അങ്ങനെ പല രീതിയിലുള്ള മേഖലകൾ, അല്ലെങ്കിൽ ആദിവാസികളുടെ വിദ്യാഭ്യാസം, ദളിതരുടെ വിദ്യാഭ്യാസം. അപ്പൊ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ ധാരകളിലുള്ള, സമൂഹത്തിന്റെ വിവിധ സെഗ്മെന്റുകളിലുള്ള എല്ലാ വിഭാഗങ്ങളോടും പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പല രീതിയിൽ ചെയ്തുകൊണ്ട് അവരുടെ രീതികളിൽ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിനകത്ത് പുതിയ ചില പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ പ്രഖ്യാപനങ്ങളും നടത്താൻ വേണ്ടിയിട്ട് ഈ പോളിസികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഒരു വിശകലനാത്മകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് NP 1986 സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു പുതിയ പോളിസി ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനറേഷൻ ഓഫ് എ ന്യൂ ഫിനോമിനൻ ഓർ എ ന്യൂ തിയറി മസ്റ്റ് ബി കറസ്പോണ്ടന്റ് ടു ദ ക്രിറ്റിസിസം ഓഫ് ദ എക്സിസ്റ്റിംഗ് വൺ. അത് അതിൻ്റെ ഒരു ബേസിക് ലോജിക്കാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയൊരു സിദ്ധാന്തം നമ്മൾ പറയുക എന്ന് പറയുന്നത് പഴയതുമായിട്ട് നമ്മൾ സംബന്ധിച്ച് അതിൻ്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ ഉൾക്കൊള്ളുകയും അതിനുശേഷം എങ്ങനെയാണ് ഇതിലുണ്ടാക്കുന്ന ചില പരിപാടികളിൽ പോരായ്മകൾ ഉള്ളത് എന്നും ആ പോരായ്മകളെ ഏതു തരത്തിലാണ് പുതിയ ഡോക്യുമെന്റ് കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയെന്നും അതിൻ്റെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നും. അപ്പൊ അത്തരത്തിലാണ് പുതിയ നയരചനകളുടെ ഒറിജിൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഒറിജിൻ, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഒരുപക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന റേഷണൽ ഓഫ് എ ഡോക്യുമെന്റ്, റൈറ്റ്? അപ്പം അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റിന്റെ റേഷണൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനവിഭാഗങ്ങൾക്കടുത്ത് ഈ ഒരു 2 വർഷത്തിനുള്ളിൽ ഡ്രാഫ്റ്റ് NEPക്ക് 2019 മുതൽക്ക് അത് മാത്രം എടുക്കുക, അത് ഇത്രയും സമയത്തിനടുത്ത് അങ്ങനെ ഒരു റേഷണൽ ഉണ്ടായിരുന്നു. ആ റേഷണൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്തിനകത്ത് ഈ ഡ്രാഫ്റ്റ് NEP കൊടുത്തിട്ട് ഇതുവരെയുള്ള സമയത്തിനകത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുള്ള പല മേഖലകളിലുള്ള സൈദ്ധാന്തികരും അക്കാദമികരുമായിട്ടുള്ള പല മേഖലകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളെ, പല മേഖലകളിൽ നിന്നുള്ള വിമർശനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ജനാധിപത്യപരമായി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡോക്യുമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ഡോക്ടർ സുരേഷ് സൂചിപ്പിക്കുകയുണ്ടായി 2 ലക്ഷത്തോളം ചോദ്യങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഉള്ളതിൽ നിന്ന് ഏത് നിർദ്ദേശമാണ് എടുത്തിട്ടുള്ളത്? അപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 60% നിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊണ്ടു. അപ്പോൾ 60 പേജിന്റെ 30 പേജോളം പറയുന്നത് അതൊരു VHP ഡോക്യുമെന്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം അത് എന്താണ്? ആ രാഷ്ട്രീയം ഏതു തരത്തിലാണ് നമ്മുടെ ജനവിഭാഗങ്ങളെ വിവിധ മേഖലകളിലുള്ള, വിവിധ സംസ്കാരങ്ങളിലുള്ള, വിവിധ മതങ്ങളിലുള്ള, വിവിധ തൊഴിൽ വിഭാഗങ്ങളെ ഏത് രീതിയിലാണ് ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു വിഷയങ്ങളെ പറ്റി വളരെ കൃത്യമായ രീതിയിലുള്ള ഗഹനമായ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു കണ്ടന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. എങ്കിലും പൊതുവിൽ ഇത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നാഷണൽ പോളിസി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് കൂടി കിട്ടുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്.
പല രീതിയിലാണ്. ഒന്ന്, വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ. രണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയയുടെ കണ്ടന്റ് അല്ലെങ്കിൽ അഥവാ പറയുന്ന കരിക്കുലം പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന്, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഈ നെക്സസിനെ നിയന്ത്രിക്കുന്ന ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇക്കണോമി എന്ന് പറയുന്ന മറ്റൊരു പ്രതിഭാസം. അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിനെ അഡ്രസ്സ് ചെയ്യുക? ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിനെ മനസ്സിലാക്കുക? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വളരെ എന്താ പറയുക, വളരെ 5 വർഷത്തോളം ഇതിനെപ്പറ്റി സംസാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് NEP 23 ആണെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ക്യാബിനറ്റ് ഒരു NEP പ്രഖ്യാപിക്കുന്നു, അപ്പൊ നമ്മളൊക്കെ അത് ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ വരുന്നു. പക്ഷെ അവിടെ എന്തൊരു ധൃതിയാണ് മനുഷ്യർ. ഞാൻ ഇന്നലത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായി, അതിന്റെ 2ാമത്തെ പേജിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഒരു MHRD പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റിനകത്ത് ഒരു ടൈറ്റിൽ പോലും കൃത്യമായിട്ട് എഴുതാനുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് പരിശോധിക്കാനുള്ള ഒരു ശ്രദ്ധയില്ല. അത് അത്രയും ധൃതിപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒന്ന്, പല കാര്യങ്ങളും നമ്മൾ ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഒന്ന്, ഈ ഒരു പോളിസിയുടെ സ്വഭാവം എന്താണ്? ഈ പോളിസി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? അത് നമ്മുടെ വ്യവസ്ഥയോട് ഏത് രീതിയിലാണ് സംവദിക്കുന്നത്? പിന്നെ ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു 3 രീതിയിൽ നമ്മൾ ഈ ഒരു പോളിസിയെ സമീപിക്കുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ വൈ ദിസ് ഡോക്യുമെന്റ് ഹാസ് സർട്ടൻ ഷോർട്ട് ഫാൾസ്, വൈ ഇറ്റ് ഈസ് എ പ്രോബ്ലമാറ്റിക് ഡോക്യുമെന്റ്. അപ്പൊ അത്തരത്തിലുള്ള ചില ആൻസൈറ്റികൾക്കുള്ള ആൻസർ കിട്ടും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അപ്പൊ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ഒന്ന്, നമ്മൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന്, ഏത് തരത്തിലാണ് നമ്മുടെ ഒരു പൊളിറ്റിക്സ് പല രീതിയിലുള്ള ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ഇന്റൻഷൻസിനെ കമ്പൈൻ ചെയ്ത് ഇന്ത്യയിലേക്ക് ഇൻജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന്, വളരെ അക്രമോത്സുകമായിട്ടുള്ള ഒരു സാംസ്കാരിക ദേശീയതയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് ലാർജർ ഇന്ത്യൻ കോണ്ടക്സ്റ്റിനകത്ത് ഒരു ഏകശിലാത്മകമായിട്ടുള്ള ദേശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാംസ്കാരിക രാഷ്ട്രീയം എല്ലാ തരത്തിലും സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് അതിൻ്റെ ഒരു അധികാര രൂപം എന്ന നിലക്കാണ് നമ്മൾ ഈ ഒരു റെജിമിനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ കൃത്യമായി ഇതിനകത്ത് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അന്തർദേശീയമായിട്ടുള്ള ഒരു മൂലധന ശക്തികളുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രകടമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം. ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന ഇന്ത്യയിലുള്ള എക്കണോമിക് റിഫർമേഷന് ശേഷം 91-ന് ശേഷമുള്ള നവലിബറൽ നയങ്ങളുടെ ഇടപെടലിന് ശേഷമുള്ള ഇന്ത്യയിലുള്ള വിവിധ വിദ്യാഭ്യാസ പദ്ധതികളും ഇന്ത്യയിലെ വിദ്യാഭ്യാസ പരിപാടികളും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റമുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. ഏത് രീതിയിലാണ് പ്രൈവറ്റൈസേഷനും അതുപോലെ തന്നെ കമേഴ്ഷ്യലൈസേഷനും നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുള്ളതാണ്. നോക്കൂ, എത്ര യൂണിവേഴ്സിറ്റികളാണ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനകത്ത് എത്ര യൂണിവേഴ്സിറ്റികളാണ്, എത്ര പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് മികച്ച സ്ഥാപനങ്ങളായി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ പേരെടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആർ ഫാർ കോമ്പീറ്റിംഗ് എമംഗ് themselves, right? So they are something considered as more equal to the public universities, right? So people have options, right? So people who are lack of money, they remain with no options, right? So they don't have an option to join at private universities until they are attracted by certain kind of fellowships or certain kind of scholarships. പക്ഷെ അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? നമുക്കൊക്കെ അറിയാം, ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അസിം പ്രിൻസി യൂണിവേഴ്സിറ്റി ഉണ്ട്, അശോക യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ലോട്ട് നമ്പർ ഓഫ് വെൽ പെർഫോമിംഗ് യൂണിവേഴ്സിറ്റീസ്, റൈറ്റ്? സോ അപ്പൊ അത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ ഒരു പ്രൈവറ്റ് ഇന്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലോജിക്കിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഫിനാൻസ് ക്യാപിറ്റലിന്റെ ലോജിക്കിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമീകരണം ഇന്ത്യയിൽ സംജാതമാക്കുക എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്
നമ്മുടെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, അതിന് എത്ര കാര്യക്ഷമമായ രീതിയിലാണ് വിവിധ സംവിധാനങ്ങളെ അവർ കോർത്തിണക്കുന്നതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഹിന്ദു ദേശീയത അതിന്റെ ഭാഗമാകുന്നത്, എങ്ങനെയാണ് ഭാഷാ വൈവിധ്യം അതിന്റെ ഭാഗമാകുന്നത്, എങ്ങനെയാണ് വിവിധ തരത്തിലുള്ള മൾട്ടിനാഷണൽ എന്റർപ്രണേഴ്സ് ഈ ഒരു പോളിസി നിർമ്മാണത്തിന്റെ ഭാഗമാകുന്നത്. റൈറ്റ്. നോക്കൂ, അംബാനിയുടെ ജിയോ യൂണിവേഴ്സിറ്റി അത് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, റെക്കഗ്നിഷൻ കിട്ടുന്നു. സോ ഹൗ ഇറ്റ് ഹാപ്പൻസ്, റൈറ്റ്. സോ അങ്ങനെ പലതരത്തിലുള്ള ലോജിക്കുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഉമർ ഫാറൂഖ് സാർ സൂചിപ്പിക്കുകയുണ്ടായി. വേൾഡ് ബാങ്ക് NEP draft within the time of its processing, World Bank has made an agreement with Government of India. So the chairman of Google has invested large amount of money to the Reliance Industries. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അകത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഒരു ലോജിക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുതിയൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന, പുതിയൊരു കാലഘട്ടം എന്ന് പറയുന്ന ഇതിനകത്ത് എങ്ങനെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷനും വെർച്വൽ എഡ്യൂക്കേഷനും വളരെ കൃത്യമായ ഒരു നിർബന്ധമായിട്ട് മാറുന്നു എന്നുള്ളത്. അപ്പം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഗ്ലോബൽ മൾട്ടിനാഷണൽ കമ്പനീസും അതുപോലുള്ള മൾട്ടിനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസീസും ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഇതുപോലുള്ള ഇതുപോലുള്ള മൾട്ടിനാഷണൽ ഏജൻസികൾ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമാകുന്നത്. നമുക്കറിയാം, നമ്മുടെ 90കളിൽ ഉണ്ടായിട്ടുള്ള DPP പദ്ധതി. അപ്പൊ അതുപോലെ തന്നെ നോക്കൂ, ഇത് ഇപ്പോഴും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് $1 ബില്യൺ ഓൾറെഡി വേൾഡ് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്തു. കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളെയും തെരഞ്ഞെടുത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി വിവിധ തരത്തിലുള്ള പരിപാടികളിലേക്ക് MOU സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഇന്റർനാഷണൽ ഫിനാൻസ് ക്യാപിറ്റലിനെ വളരെ കൃത്യമായി അടിവേര് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുറ്റുപാട് ഇവിടെയുള്ള ഭരണകൂടം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഈ ദേശീയ യുക്തികളും അല്ലെങ്കിൽ ഹൈന്ദവ ദേശീയതയുടെ ഇടപെടലുമൊക്കെ ഇതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഇടപെടലുകളാണ്. നോക്കൂ, ഈ ഇടപെടലുകൾക്കകത്ത് ഏത് രീതിയിലാണ് ഇവർക്ക് ഇടപെടാൻ വേണ്ടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, കരിക്കുലം നിർമ്മാണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളുടെ നിർമ്മാണം, അല്ലെങ്കിൽ എന്താണ് പറയുക, ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, കപ്പാസിറ്റി ബിൽഡിംഗ് ബോർഡ്, അങ്ങനെ ഒരു പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ഫിനാൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പല ടെറൈൻസ് ഉള്ള ഒരു മേഖലയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെയുള്ള അപ്രോപ്രിയേഷനും വേണ്ടിയിട്ടുള്ള വലിയ വാതിലുകളാണ് ഒരുപക്ഷെ നമ്മുടെ ഭരണകൂടം ഇപ്പോൾ തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു സാമൂഹ്യ നീതിയുടെ പ്രശ്നങ്ങളോ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളോ ഒരു കാര്യമായ ഒരു കൺസേൺ അല്ല. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ഈ മാറ്റങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഉദാഹരണത്തിന് കരിക്കുലം നിർമ്മാണം എന്ന് പറയുന്ന ഒരു കാര്യം എടുക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഫെഡറൽ വാല്യൂവിനകത്ത് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം പിന്നീട് ഒരു ഫെഡറൽ സ്ട്രക്ചറിലേക്ക് വരികയും സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റുകളും സമന്വയിപ്പിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ അവരുടെ പ്രാദേശിക സംസ്കാരത്തിനും പ്രാദേശികമായിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഡെമോഗ്രാഫിക്കും അനുസൃതമായ രീതിയിൽ വികസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമുക്ക് 2008 NCF 2005 തന്നെ നമുക്ക് 2008 കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് നമുക്കുണ്ട്. അതിൽ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് അത് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾ അതിൽ വിനിയോഗിച്ചിട്ടുള്ളതൊന്നും വിവിധ തരത്തിലുള്ള വിമർശനാത്മകമായിട്ടുള്ള പെഡഗോജിക്കൽ കണ്ടൻസ് അല്ലെങ്കിൽ പെഡഗോജിക്കൽ ഗൈഡ് ലൈൻസ് ആ ഒരു ഡോക്യുമെന്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതെന്നൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കും. അപ്പം ഇതിൽ നമ്മൾ വളരെ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ കരിക്കുലം എന്ന് പറയുന്നതിന്റെ അതിന്റെ എന്താ പറയുക,
ഒരു പ്രത്യേകതരം ഒരു പവർ ഉണ്ട്. ഒരു കരിക്കുലം എന്ന് പറയുന്നത് ആസ് എ പൊളിറ്റിക്കൽ പവർ ടു engage with the human mind, no? So because we do engage with the pedagogical process, so then we learn things, we think and we react, and we see our consciousness is forming on the basis of our socialization that is occurring from our colleges and schools. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഒരു സ്കൂളിനകത്തുള്ള വിദ്യാഭ്യാസ ക്രമത്തിനകത്തുള്ള പാഠ്യപദ്ധതികൾ, പാഠപുസ്തകങ്ങൾ, ഇതൊക്കെ ഇനി ഏത് തരത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ എത്താൻ വേണ്ടി പോകുന്നത്? ഡോക്യുമെന്റ് പറയുന്ന ഒരു കാര്യം, ഇറ്റ് ഷുഡ് ബി ഓഫ് എ നാഷണൽ ക്യാരക്ടർ വിത്ത് ദ ഫ്ലേവർ ഓഫ് ലോക്കൽ, ഓക്കെ, വിത്ത് എ ലോക്കൽ ഫ്ലേവർ, റൈറ്റ്? സോ ഇറ്റ്സ് സംതിങ് വി like a masala that we put in sambar, right? So it's something we stand it for the flavor, right? Not for the core, right? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കുക? നമ്മുടെ ദേശീയ ചരിത്രം എന്ന് പറയുന്നത് പ്രാദേശികമില്ലാത്തൊരു ദേശീയ ചരിത്രം മാത്രമാകുമോ? നമ്മുടെ വിവിധ സ്വാതന്ത്ര്യ സമരങ്ങൾ, നമ്മുടെ വിവിധ മങ്ങളായിട്ടുള്ള പ്രാദേശിക സമരങ്ങൾ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള കീഴാള നവോത്ഥാന മുന്നേറ്റങ്ങൾ, ആദിവാസി മുന്നേറ്റങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുഖ്യധാരാ ചരിത്രത്തിന്റെ ഭാഗമാകുമോ? കേരളത്തിൽ നടന്ന ഒരു സംഭവം എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ കരിക്കുലർ നോളജ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി കിട്ടുക, റൈറ്റ്? നമുക്കൊരു 4 ദിവസം മുമ്പുള്ളൊരു ഉദാഹരണമുണ്ട്. മിനിസ്ട്രി ഓഫ് കൾച്ചർ സൗത്ത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം ഇറക്കി. അതിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിന്റെ ബയോഗ്രഫി ഉണ്ടായിരുന്നു. കേരളത്തിലുള്ള VHPയും മറ്റ് അനുബന്ധ സംഘപരിവാർ ബൗദ്ധിക സംഘടനകളും ഒക്കെ തന്നെ ഇതിൽ റിജോയിൻഡർ അയച്ചു, പ്രതിഷേധം രേഖപ്പെടുത്തി. നോക്കൂ, മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ആ ഡോക്യുമെന്റിൽ നിന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം ഇല്ലാണ്ടായിരിക്കുന്നു. നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ചരിത്രത്തിന്റെ അപനിർമ്മാണം എന്ന് പറയുന്ന പ്രക്രിയ അപ്പം നടക്കുന്നത്. ഏത് രീതിയിലാണ് ഈ ഒരു സ്വഭാവം നമ്മുടെ പാഠപുസ്തകങ്ങളെ ബാധിക്കാൻ വേണ്ടി പോകുന്നത്? നോക്കൂ, മറ്റൊരു ഉദാഹരണം, അതായത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, അതായത് ഇത് ഡോക്യുമെന്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുള്ള മികച്ച മാതൃകകൾ നമ്മൾ പരിശോധിക്കുകയും അതിനെ പരിശോധിച്ചുകൊണ്ട് അവയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ മാതൃകളാക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കും. അത് ഈ NEP 2020 ഓഫർ ചെയ്യുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അഹമ്മദാബാദിലെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമായിരുന്നു മഹാത്മാഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത്. നമുക്കിപ്പോൾ ഗൂഗിളിൽ പറഞ്ഞ നിങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ ആ കണ്ടന്റ് കിട്ടുമായിരിക്കും. അങ്ങനെയുള്ള ഒരു ചരിത്രം ആണ് നമ്മുടെ ആനുകാലികത്തിന്റെ ചരിത്രം. NCERT ടെക്സ്റ്റ് ബുക്കിൽ സെക്യുലറിസത്തിന്റെ ചാപ്റ്റർ, NCERT ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ ജസ്റ്റിസിന്റെ ചാപ്റ്റർ, എ കാസ്റ്റ് ഓൺ അൺടച്ചബിലിറ്റി ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്, പെസന്റ് മൂവ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള പാഠപുസ്തകങ്ങൾ, ശകലങ്ങളൊക്കെ ആ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അത് എടുത്തു മാറ്റുകയുണ്ടായി. നമുക്ക് NCERT തന്നെയാണ് ഈ ഒരു പദ്ധതിയിലേക്കും വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണത്തിന്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറിവ് നിർമ്മാണത്തിന്റെ രാഷ്ട്രീയം, ഇത് വളരെ മോണോലിത്തിക് ആയിട്ട് വരുന്നു. നോക്കൂ, 2005 നമുക്കൊരു നോളജ് കമ്മീഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു പദ്ധതി ഉണ്ടാകുന്നു. അപ്പം വിദ്യാഭ്യാസ നയപരിപാടി ഉണ്ടാകുന്നു. അപ്പൊ അതിനുശേഷമായി അല്ലെങ്കിൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF, അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ്. നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലിലേക്ക് വിദ്യാഭ്യാസ മേഖലകളെ ചെയ്യുന്നു. നമുക്കത് പണ്ട് മുതലേ പറഞ്ഞൊരു സംഭവമാണ്. എങ്കിലും അറിവ് നിർമ്മിക്കുന്ന കുട്ടി എങ്ങനെയാണ് സാമൂഹ്യപരമായി കുട്ടികൾ തന്നെ അല്ലെങ്കിൽ പഠിതാക്കൾ തന്നെ അറിവ് നിർമ്മിക്കുക എന്നുള്ള ഒരു പ്രകടമായിട്ടുള്ള ചോദ്യം. അപ്പോൾ അതിനുതകുന്ന രീതിയിൽ വിദ്യാർത്ഥികളും കൃത്യമായ രീതിയിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അറിവ് നിർമ്മിക്കാൻ പ്രാപ്തരാണെന്നും അവരുടെ അറിവും അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതികളിൽ നിന്ന് കിട്ടുന്ന അറിവും സമന്വയിപ്പിച്ചാണ് പുതിയ അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് സുരേഷ് സാർ നേരെ സൂചിപ്പിച്ച ജോൺ ഡുവേയുടെ ഒരു കൺസെപ്റ്റാണ്. People will get access to newer and new forms of knowledge in terms of on the basis of their experience. So elaboration of their own self experiences is a positive kernel for creating new forms of knowledge. Okay. അപ്പം അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യത്തിലാണ് വളരെ കൃത്യമായ രീതിയിലുള്ള വിലങ്ങ് തടികൾ, വളരെ കൃത്യമായ രീതിയിലുള്ള
പുതിയൊരു ഓർഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പുതിയൊരു വ്യവസ്ഥ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു വിദ്യാഭ്യാസക്രമം മാറ്റി എഴുതാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഇത് വളരെ കൃത്യമാണ്. എത്ര പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ എത്ര പ്രതിരോധങ്ങൾ ഉണ്ടായാലും വൺസ് ദേ ആർ സെറ്റ് വിത്ത് എ ഡിസിഷൻ ദേ ആർ ഗോയിങ് ടു ഫോളോ ദാറ്റ്, റൈറ്റ്? നമ്മുടെ ആനുകാലിക പല സംഭവങ്ങൾ എടുക്കാം. കഴിഞ്ഞ NDAയുടെ സമരകാലത്തുള്ള അല്ലെങ്കിൽ NDAയുടെ ഭരണകാലത്തുള്ള വിവിധ വിദ്യാർത്ഥി സമരങ്ങളും വിവിധങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ മതവിഭാഗങ്ങളും അതുപോലെ ഇന്ത്യയുടെ പല വിഭാഗങ്ങൾ നടത്തിയിട്ട് എല്ലാ സമരങ്ങളോടും ഏത് രീതിയിലാണ് നമ്മുടെ ഒരു നിലവിലുള്ള ഗവൺമെന്റ് പ്രതികരിച്ചിട്ടുണ്ടെന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ് ഓഫ് സൈലൻസിങ് എന്ന് പറയുന്നത്, പ്രോസസ് ഓഫ് സപ്രസിങ് എന്ന് പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള മെഷീനറി ഉപയോഗിച്ചുകൊണ്ട്, വിവിധങ്ങളായിട്ടുള്ള പോലീസ് മെഷീനറിയും അതുപോലെ തന്നെയുള്ള മറ്റ് മെഷീനറിയും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള പല രീതിയിലുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും നമുക്കിതിന്റെ ഭാഗമായിട്ട് ഇടപെടേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് വി ഹാവ് ടു എൻകൗണ്ടർ ദിസ് കൈൻഡ് ഓഫ് എ കണ്ടിൻജൻസീസ് ദാറ്റ് കമ്മിങ് ടു ഹാപ്പൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഈ ഒരു ഡോക്യുമെന്റിനകത്തുള്ള പല പ്രശ്നങ്ങളും ആണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. നോക്കൂ, നമ്മുടെ വളരെ മെറ്റീരിയലായി തന്നെ എങ്ങനെയാണ് അവർ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയെ സൈലൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആ ലേണിംഗ് കമ്മ്യൂണിറ്റിയെ സൈലൻസ് ചെയ്യുന്നത് ഏത് തരത്തിലാണ് മാർക്കറ്റിന് വേണ്ടി അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ കോൺസെപ്റ്റാണ്. അത് മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ ഒരു എൻസംബ്ലേജ് ആണ് നമ്മൾ അറിവുണ്ടാക്കേണ്ടത് എന്നുള്ളത് ഒരു കോൺസെപ്റ്റാണ്. ഞാൻ പറയുന്നത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തിന്റെ ഡെഫിനിഷൻ അല്ല, പക്ഷെ മറിച്ച് ഗാന്ധിജി എങ്ങനെയാണ് ഫിസിക്കൽ ലേബറിനെയും ഇന്റലക്ച്വൽ ലേബറിനെയും കമ്പൈൻ ചെയ്ത് എൻസംബിൾ ചെയ്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ ഗാന്ധി വിഷൻ ചെയ്തെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇപ്പൊ നമ്മൾ നോക്കൂ, 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വൊക്കേഷൻ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇതിന് നിലവിലത്തെ വിഷൻ പ്രകാരം പല കുട്ടികൾക്കും അവരുടെ വൊക്കേഷനിലേക്ക് മാറാം. അവരുടെ വൊക്കേഷനിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ആർട്ടിസാൻ കോഴ്സുകൾ, അതായത് പ്രത്യേകിച്ചും വലിയ ടെക്നിക്കുകൾ എന്നല്ല, പക്ഷെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആർട്ടിസ്റ്റ്, കാർപ്പൻട്രി പോലുള്ള, പോട്ടറി പോലുള്ള ഇതുപോലുള്ള വർക്കുകൾ വെച്ചിട്ടുള്ള വൊക്കേഷണൽ സ്കില്ലുകളിലേക്ക് കുട്ടികൾ മാറണം. പക്ഷെ ഈ സ്കില്ലുകളൊക്കെ ഈ ഒരു 6 വയസ്സ് അല്ലെങ്കിൽ ഈ ഒരു 6ാം ക്ലാസ് മുതലൊക്കെ ഇത് കൊടുത്തു ഏത് തരത്തിലാണ് കുട്ടികൾക്ക് അതിന്റെ അറിവുണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതിൽ സംഭവിക്കുന്ന അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കുട്ടികൾ ചെയ്യുന്ന കുട്ടികൾ സ്കില്ലിലേക്ക് മാറുകയും അവർക്ക് അതിന്റെ ലെവലിലുള്ള പ്രൊസീഡിങ് നോളജ് എന്ന് പറയുന്നതിലേക്ക് അതിന്റെ ഒരു ശൂന്യത അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മൈൻഡിന്റെയും ഹാൻഡിന്റെയും മൈൻഡ് പ്ലസ് ഹാൻഡ് അല്ലെങ്കിൽ മെന്റൽ ലേബർ പ്ലസ് ഫിസിക്കൽ ലേബർ, ഇതിന്റെ ഒരു എൻസംബ്ലേജ് ആണ് ഒരു പ്രോപ്പർ ഇൻസ്ട്രുമെന്റ് ഓഫ് പെഡഗോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഗാന്ധി പറയുന്നുണ്ട്, ഗ്രാംഷി പറയുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാര് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഏത് രീതിയിലാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും കുറച്ച് കുട്ടികൾ അൺസ്കിൽഡ് ആയിട്ട് രൂപപ്പെടുകയും അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ട് രൂപപ്പെടുകയും, ബട്ട് ദേ വിൽ ലാക്ക് ഇൻ ദ കറസ്പോണ്ടിങ് നോളജ്, റൈറ്റ്? നോക്കൂ, നമ്മുടെ ഹയർ എഡ്യൂക്കേഷനകത്തുള്ള വിവിധ ലെയർ എടുത്തുകൊള്ളു നോക്കാം. ഒരു 3 വർഷം വിദ്യാഭ്യാസം 4 വർഷമാവാൻ വേണ്ടി പോവുകയാണ്. 1ാം വർഷം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, 2ാം വർഷം ഡിപ്ലോമ കിട്ടുന്നു, 3ാം വർഷം ഡിഗ്രി കിട്ടുന്നു, പിന്നെ ഗ്രാജുവേറ്റ് ആകുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് ഇവർ നടത്തുന്നത്. നോക്കൂ, ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമാകുന്ന ചുറ്റുപാടിൽ ഏത് കുട്ടികളാണ് 1ാം ക്ലാസ് പ്ലസ് 2 കഴിഞ്ഞിട്ട് ഡിഗ്രി 1ാം വർഷം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ കോഴ്സ് മതിയാക്കാൻ സാധ്യതയുള്ളത്? അത് തീർച്ചയായും സാമൂഹികമായി ഏതെങ്കിലും രീതിയിലുള്ള പ്രിവിലേജുകൾ ഉണ്ടാകുന്ന, സാമ്പത്തികവും സാമൂഹികമായി പ്രിവിലേജുകൾ ഉണ്ടാകുന്ന സമൂഹത്തിന്റെ ഉന്നത വിഭാഗങ്ങൾ എന്ന ആളായിരിക്കില്ല. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും തൊഴിലാളി വർഗവും ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള അധസ്ഥിത ജനവിഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഓരോ പല എക്സിറ്റ് എൻട്രി ഓപ്ഷനുകളുടെ ഈ ഒരു ഹൈറാർക്കൽ ഓർഡറിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. അപ്പം അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ പുറത്താകുന്ന കുട്ടികൾ, സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾ, ഡിഗ്രിയുള്ള കുട്ടികൾ, ഡിപ്ലോമയുള്ള കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ തുടരാൻ സാധ്യതയില്ലാതെ വരികയും ഏതെങ്കിലും ഒരു സാധാരണ ലേബർ മാർക്കറ്റ് ഓഫർ ചെയ്യുന്ന
എന്താണോ അവിടുത്തെ ലേബർ മാർക്കറ്റിന്റെ പൊതു സ്വഭാവം അത് ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് മാറുകയും അതിലൂടെ അവർ ആ ഒരു തൊഴിൽ തന്നെ തുടരാനുള്ള സാധ്യതയുമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ അതിനകത്താണ് വളരെ കൃത്യമായും ഇതിനകത്തുള്ള ജാതീയപരമായിട്ടുള്ള ഒരു 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 വേർതിരിവ് ഉണ്ടാവുക, അല്ലെങ്കിൽ വർഗപരമായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരാകുന്നതും അതോടൊപ്പം തന്നെ വിവിധ എലൈറ്റ് ജോലികളിലേക്കും ഉണ്ടാവുകയും ചെയ്യുന്നത് എപ്പോഴും ഒരു സോഷ്യൽ എലൈറ്റ് പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കും. പണ്ട് ഗോപാൽ ഗുരു ലേഖനത്തിൽ പറയുന്നത് പോലെ എംപിരിക്കൽ ഇന്റലക്ച്വൽസ്, തിയററ്റിക്കൽ ബ്രാഹ്മൺസ് ആൻഡ് എംപിരിക്കൽ ശൂദ്രാസ്, അതുപോലെ ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഒരുപക്ഷെ എലൈറ്റ് ഇന്റലക്ച്വൽസ് ആൻഡ് സബാൾട്ടൺ വർക്കിംഗ് ക്ലാസ് ആയിരിക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മൾക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപകടം എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പം ഇത്തരത്തിലുള്ള വളരെ വിശകലനാത്മകമായ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഒരുപാട് പ്രായോഗികതകളുടെ ഒരു നീക്കുപോക്കുമില്ലാത്ത, എങ്ങനെ ഒരു പരിപാടി നടപ്പണമാക്കണം എന്നുള്ളതിന് ഒരു കൃത്യമായ രേഖയുമില്ലാത്ത, വളരെ എന്താണ് പറയുക, ഒരു തരത്തിലും എനിക്ക് തോന്നുന്നു ഈ ഡോക്യുമെന്റിനകത്ത് ഒരു എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ ഒരു പെഡഗോജിക്കൽ എക്സ്പേർട്ടുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. അതിനകത്തുള്ള ഭാഷ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ ടെക്നോക്രാറ്റിക് ആയിട്ടുള്ള പല ഇതും വരുന്നുണ്ട്. ജസ്റ്റിസ് എന്ന് പറയുന്നതിന്റെ ഒരു കോൺസെപ്റ്റ്, ജസ്റ്റിസ് എന്ന് ഉപയോഗിച്ചതിന് ഒരു സ്ഥലത്ത് പോലും നീതി കാണിച്ചിട്ടില്ലാത്ത ഒരു ഡോക്യുമെന്റ് ആണ് NEP എന്ന് പറയുന്നത്. അത് നമ്മൾ എടുത്തു പരിശോധിക്കും. ഞാൻ ചാലഞ്ച് ചെയ്യുന്ന 66 പേജിനകത്ത് ഏതെങ്കിലും ഒരു പേജിനകത്ത് ജസ്റ്റിസ് എന്നുള്ളതിന്റെ അതിന്റെ ഒരു ഓണ്ടോളജിക്കൽ മൂല്യം അതിനകത്ത് കാണുന്ന ഒരു പേജ് പോലും ഇതിനകത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള വെറും വാചാടോപങ്ങളുടെ ഒരു സങ്കലിതമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പം മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതിനകത്തുള്ള ഒരു എങ്ങനെയാണ് ഇതിനകത്ത് റെട്ടറക്കുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക, വെറുതെ എങ്ങനെ സാമൂഹ്യനീതിയെ പറ്റി പറയുക, റിസർവേഷനെ പറ്റി സംസാരിക്കാതിരിക്കുക, അഫർമേറ്റീവ് ആക്ഷനെ പറ്റി സംസാരിക്കാതിരിക്കുക, പക്ഷെ നിങ്ങൾ ജസ്റ്റിസ് കൊണ്ടുവരികയും ചെയ്യണം. നോക്കൂ, എങ്ങനെയാണ് നമ്മുടെ ഭാഷാ സമൂഹങ്ങളുടെ കാര്യം. ഞാൻ നേരത്തെ എല്ലാവരും സൂചിപ്പിക്കേണ്ട ഉറുദു എന്ന് പറയുന്ന ഒരു ഭാഷ, ഒരു ഭാഷയുടെ പേരതിലില്ല. ബംഗാളി എന്ന് പറയുന്ന ഭാഷയുടെ പേരതിലില്ല. എങ്ങനെയാണ് നമ്മൾ ഒരു സാൻസ്ക്രിറ്റൈസ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് മാറാൻ വേണ്ടി പോകും? നോക്കൂ, ആരുടെ അടയാളമാണ് സംസ്കൃതം? റൈറ്റ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന വിവിധ ഗ്രാമപ്രദേശങ്ങളിലുള്ള, ഹൈദരാബാദിലുള്ള, UP-യിലുള്ള, കർണാടകയിലുള്ള, പല സ്ഥലങ്ങളിലുള്ള, കശ്മീരിലുള്ള പല സർക്കാരുടെ ദൈനംദിന ഭാഷയാണ് ഉറുദു. അത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള വളരെ സംഘടിതമായിട്ടുള്ള ഒരു കവിതാ സംസ്കാരം ഉണ്ടായിട്ടുള്ള, കവാലിയുടെ സംസ്കാരം ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള വളരെ ശക്തമായ ഒരു ഭാഷയാണ് ഉറുദു. അപ്പൊ ആ ഭാഷയിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു പ്രാധാന്യം കാണാതെയും നമുക്ക് 8ഓളം സംസ്കൃത യൂണിവേഴ്സിറ്റികൾ നോക്കൂ. ഗുരുവായൂരപ്പൻ കോളേജിൽ സംസ്കൃതം നോഡൽ സെന്റർ ആകുന്നു. നോക്കൂ, നമുക്കൊരു സംസ്കൃത സർവകലാശാലയുണ്ട്. റൈറ്റ്. കൃത്യമായിട്ടും അതിന്റെ ഒരു രാഷ്ട്രീയം യോജിക്കാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ നോഡൽ സെന്റർ അവിടത്തേക്ക് പോവാതിരുന്നിട്ടുണ്ടാവുക. നോക്കൂ, അങ്ങനെ നേരത്തെ ഫറൂഖി ഉമർ സഖാബി സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ഫിലാന്ത്രോഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി നമ്മൾ സ്പേസ് കൊടുക്കുക. എന്താണ് ഫിലാന്ത്രോഫി ബാർ പ്രൈവറ്റ്, വളരെ രസകരമായിട്ടാണ് അത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഫിലാന്ത്രോഫിക് ഓർ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്, റൈറ്റ്. സോ ഇത് നേരത്തെ അതേ സൂചിപ്പിച്ചൊരു കാര്യം, മാർക്കസിന് നാളെ ഇപ്പോൾ ഒരു ഫിലാന്ത്രോഫിക് റെക്കഗ്നിഷൻ ഈ ഒരു ഗവൺമെന്റ് തരുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ മർക്കസ് പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയുന്നത് ഇനി എത്ര കാലത്ത് നമുക്ക് ഇതുപോലെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും? അപ്പൊ അവിടെയാണ് റെക്കഗ്നിഷൻസും മിസ്റെക്കഗ്നിഷന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത്തരം പ്രശ്നങ്ങളുടെ എനിക്കിനി സമയമുണ്ടോ? സുബേറെ, ഒരു 3-5 മിനിറ്റോട് സാറ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പം അതാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അത് വളരെ കൃത്യമായിട്ടും പുറന്തള്ളാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലുള്ള വിവിധ ഗ്രാമങ്ങളിലുള്ള, വിവിധ റിമോട്ട് ഏരിയകളിലുള്ള മർദ്ദിത വിഭാഗങ്ങളിൽപ്പെടുന്ന ജനതയാണ്. അത് തൊഴിലാളി വർഗമാവട്ടെ, ദളിത് ആദിവാസി വിഭാഗങ്ങളാകട്ടെ. അപ്പൊ അവർക്കൊന്നും യാതൊരു രീതിയിലുള്ള റെക്കഗ്നിഷനും തരാതെ, അതായത് ഇതിനകത്തുള്ള ഒരു വളരെ അപകടമായ ഒരു സാധനം സ്കോളർഷിപ്പുകളുടെ നിഷേധത്തിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് കോളേജുകളിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടാകും. ദാറ്റ് ഈസ് ലെവീഡ് ഫ്രം ദ റിച്ച് പീപ്പിൾ. ഓക്കെ, റൈറ്റ്. അപ്പം സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കുട്ടികളുടെ അധികം ഫീസ് വാങ്ങുകയും അത് താഴെക്കടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കുകയും ചെയ്യും വിത്ത് ദ കൺസെന്റ് ഓഫ് ദ റിച്ച് പീപ്പിൾ.
അപ്പോൾ അവിടെ കൃത്യമായിട്ടും ഉണ്ടാകുന്ന പ്രഭാത് പട്നായിക്കിന്റെ ഭാഷയിൽ സോഷ്യൽ ക്ലീവേജ് എന്നാണ് പറയുന്നത്. അവിടെ കൃത്യമായിട്ടും ക്ലീവേജ് എന്ന് പറയുന്നത് മുന്തിയ ആ പണക്കാരന്റെ മകൻ വന്നിട്ട് മോനോട് പറയും, എൻ്റെ പൈസ കൊണ്ടാണ് നീ പഠിക്കുന്നത് കേട്ടോ, എൻ്റെ ഔദാര്യമാണ് നിന്റെ പഠനം കേട്ടോ എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഭാഷ്യമാണ് ആ സ്കോളർഷിപ്പുകളിലുള്ള ആ രീതിയിൽ ഉണ്ടാക്കുന്ന പുതിയ സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ വളരെ റവല്യൂഷണറി ആയിട്ടുള്ള, വളരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യം ചോദിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ വ്യവസ്ഥയിലെ അനീതികളെ നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുള്ളത്. ഇത് കൃത്യമായും കഴിഞ്ഞ 10-20 വർഷങ്ങളിൽ ആർജിച്ചെടുത്ത സംഘപരിവാർ അജണ്ടയുടെ കൃത്യമായ പുനരുൽപാദനത്തിന്റെ ഡോക്യുമെന്റ് ആണ് ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കുന്ന, പ്രതികരിക്കാൻ തയ്യാറാകുന്ന, വ്യവസ്ഥയിലെ അനീതികളോട് ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രാപ്തിയുള്ള ഒരു വലിയ തലമുറയെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അത്തരത്തിൽ ആ തലമുറയുടെ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണിത്. ഇത് വളരെ കൃത്യമായിട്ടും ഇന്ത്യയിലുള്ള ബഹുസ്വരതയോടുള്ള, ഇന്ത്യയിലുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളോടുള്ള, ഇന്ത്യയിലുള്ള പല വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ചരിത്രത്തോടുള്ള ഒരു എതിർപ്പാണ്. അത്തരത്തിൽ തന്നെ ഇതൊരു നിഷേധത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. താങ്ക് യു ഡോക്ടർ കെ പി മനോജൻ. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആണ് അദ്ദേഹം നമ്മളുടെ മുന്നിൽ കാഴ്ചവെച്ചത്. വളരെ ഭയപ്പെടുത്തുന്ന, ഭീതിതമായ വസ്തുതകളിലേക്കാണ് അദ്ദേഹം നമ്മെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു സെക്യുലറിസ്റ്റിക് അല്ലെങ്കിൽ സെക്യുലറായി നടക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാനകമായ ഒരു നിയമമാണ് അല്ലെങ്കിൽ പോളിസിയാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള ഒരു വസ്തുത കൂടിയാണ്. തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകളും അതുപോലെ ഇതുപോലത്തെ ആഴത്തിലുള്ള പഠനങ്ങളും തുടർന്നും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഏത് ഗവൺമെന്റിനും തിരുത്തേണ്ടി വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കൊക്കെ വെച്ച് പുലർത്താവുന്നതാണ്. ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. ഏകദേശം 15 മിനിറ്റ് സമയം ചോദിക്കാനും നമ്മളുടെ 2 പാനലിസ്റ്റുകളും ലൈനിലുണ്ട്. അവര് ഉത്തരം പറയും. ഹലോ സർ. ഓക്കെ, താങ്ക് യു. സർ ഓഡിബിൾ ആണോ ഞാൻ? ഹായ് സർ, എന്റെ പേര് ഗായത്രി. ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് BA പെർസ്യൂ ചെയ്യുന്നു. സോ സർ, എന്റെ ക്വസ്റ്റ്യൻ, ഇതില് ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ മറ്റേ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയില് ഈ 6th സ്റ്റാൻഡേർഡ് തൊട്ട് കുട്ടികൾക്ക് ഓപ്ഷൻ ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചാൽ മതി, അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ. അത് സർ ഈ ഹയർ ക്ലാസ് അപ്പർ കാസ്റ്റ് ഫാമിലീസിനെ അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇതല്ലേ, ഒരു അജണ്ടയല്ലേ? ഞാനല്ലേ ആൻസർ ചെയ്യേണ്ടത് അല്ലേ? യെസ് സർ. ഓക്കെ. അപ്പം അതിൽ തന്നെ ഇതിൽ ഭാഷയുടെ ഒരു വളരെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് അകത്ത് പലയിടങ്ങളിൽ ഭാഷ എന്ന് പറയുന്നത് പ്ലേ ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ആസ് എ വേർഡ്, ഇറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. അപ്പം ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിനകത്ത് ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ഭാഷയുടെ തെരഞ്ഞെടുപ്പ് ആരാണ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഞാൻ ഇന്നലെ സൂചിപ്പിക്കൊടുക്കാൻ, ഞാനൊരു മലയാളം പ്രൊഫസറാണ്, അല്ലെങ്കിൽ ഞാനൊരു മലയാളം അധ്യാപകനാണ്. മലയാളത്തിന്റെ സാധ്യതകളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു മലയാളം MAയും PhD ഒക്കെ എടുക്കാനുള്ള രീതിയിലേക്ക് എൻ്റെ കുട്ടിയെ വളർത്താനുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറയും, അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അത് അപ്പോൾ ഇതിലൊരു പേരന്റൽ ഇൻഫ്ലുവൻസ് അവിടെയുണ്ട്. പക്ഷെ അതേസമയം കുട്ടികൾക്ക് സ്വയം ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ഈ ഒരു സമയത്ത് പറ്റുമോ എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നില്ല അത് കുട്ടികൾക്ക് ഒരുപക്ഷെ എളുപ്പമായിരിക്കും മലയാളം എന്നുള്ള രീതിയിലേക്ക് മാറാൻ കുട്ടികൾ ശ്രമിക്കും. പക്ഷെ അത് 6ാം ക്ലാസ്സിൽ അത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഷയിലും സാങ്കേതികപരമായിട്ടുള്ള ഒരു അന്യത ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു സ്ട്രേഞ്ച്നെസ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതിൽ എപ്പോഴും ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെയും ഒരു ഹൈറാർക്കി തീർച്ചയായിട്ടും ഉണ്ടാകും.
ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു ഫൗണ്ടേഷൻ, നമ്മളൊക്കെ ഒരു 10+2+3 വന്നിട്ടുള്ള അല്ലെങ്കിൽ ട്രൈ ലാംഗ്വേജ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ മാതൃഭാഷയെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് കടക്കുകയും അവിടെ നമുക്കൊരു ബ്രിഡ്ജിങ് നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പിന്നീട് സംസാരിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്തെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു മാർക്കസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ലിംഗ്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. ഒരുപക്ഷെ അറബി കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ടാവും. അപ്പം അവിടെയുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് കുറെ കൂടി ഇൻഹറന്റ് ആയിട്ട് തോട്ട് പ്രോസസ്സ് ഉണ്ടാകുകയും ആ തോട്ട് പ്രോസസ്സുകളെ നേരിട്ട് നമുക്ക് മാതൃഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. പക്ഷെ ഇംഗ്ലീഷിൽ പഠിക്കുന്ന ഒരാൾക്ക് ദർ ഇസ് എ ടയർ ഓഫ് ട്രാൻസ്ലേഷൻ. അപ്പൊ അവിടെ മലയാളം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും പ്രോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ പ്രോ മലയാളമോ പറയുന്നതല്ല. പക്ഷെ അവിടെ ആർക്കൊക്കെയാണ് ഇംഗ്ലീഷ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുക? ഇതിൽ പ്രധാനമായിട്ടും വെക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ നമ്മൾ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നടത്തി അവർ ഒരു +2 പാസ്സാകുന്ന സമയത്ത് in that same time there will be another group of people, they are competent enough in engaging with the English language, so they will be able to access many other institutions outside the state, right? ഇപ്പം ഗായത്രി ടിസിൽ പഠിക്കുന്നത്, അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഭാഷയെ ഒരു പക്ഷേ ഒരു അപ്പർ ഹാൻഡ് ആയിരിക്കും. അവിടെ ആ ഒരു ഗ്രാജുവേഷൻ സമയത്ത് തന്നെ ഇംഗ്ലീഷിൽ ഇടപെടാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുപോലെയുള്ള ഒരു സാഹചര്യം ഈ ഒരു 6ാം ക്ലാസ്സിനകത്തുള്ള മലയാളം പഠിക്കാനുള്ള അതൊരു നമുക്കൊന്നും ഒരു ആ ട്രൈ ലാംഗ്വേജ് സിസ്റ്റത്തിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. നമ്മളൊക്കെ ആ ഒരു പ്രോസസ്സിലൂടെ വന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് ഇതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുമില്ല. അപ്പൊ ഹൂവർ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ദേ വർ ഏബിൾ ടു ഡെവലപ്പ് ദർ ലാംഗ്വേജ് സ്കിൽസ്. അപ്പൊ ഇതിൽ കൃത്യമായിട്ടും ഗായത്രി പറഞ്ഞ ആ ഒരു പവർ പൊളിറ്റിക്സ് ഉണ്ട്. ആരൊക്കെയാണ് അതിന്റെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുക? അപ്പൊ അതിലൊരു സബ്ജുഗേറ്റഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻഫീരിയർ കാറ്റഗറി. സോ വൺസ് ദേ ഫിനിഷ് their secondary level, when they meet at the 11th or 12th, so how come they will be able to deal with this dichotomy, right? So how this particular class group going to, how will be the pedagogical culture of that class, and how these children of varied language background going to address with that? So this is a pertinent question. So I think that question is a valid one. I think you hope I could clarify something. Gayatri, okay? Yes. Suresh sir answer ചെയ്യുന്നു ഇതിന്. ഞാൻ നേരത്തെ ഗായത്രി പറഞ്ഞ കാര്യത്തിൽ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. മനോജൻ പറഞ്ഞത് ഞാൻ കൂട്ടി യോജിപ്പിക്കുകയാണ്, അല്ലാണ്ട് അതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല. ഒന്ന്, ഈ പോളിസി ബേസിക്കലി അഡ്രസ്സസ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രൈവറ്റ് സ്കൂളുകളെ ഈ പോളിസി ഒരിക്കലും ബാധിക്കത്തില്ല. പ്രൈവറ്റ് സ്കൂളുകളിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതൊരു വലിയൊരു പോളിസി ക്വസ്റ്റ്യൻ ആണ്. ഈ പോളിസി അഡ്രസ് ചെയ്യുന്നത് ബേസിക്കലി ഗവൺമെന്റ് സ്കൂളുകളെയാണ്. പക്ഷെ പ്രൈവറ്റ് സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ, എങ്ങനെയാണ് ഈ പോളിസി ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് വളരെ പവർഫുൾ ആയിട്ട് ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇന്ത്യ ബീങ് എ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി, വി ആർ മൾട്ടി ലിംഗ്വൽ, ഇന്ത്യൻസ് ആർ മൾട്ടി ലിംഗ്വൽ. അതൊരു അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ ജീവിക്കുന്നതുകൊണ്ട് ഈ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് മിനിമം 2-3 ലാംഗ്വേജ് കൈകാര്യം, വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള ചില കാപ്പബിലിറ്റീസ് ഇന്ത്യൻസിനുണ്ട്. അത് യൂറോപ്യൻസിനൊന്നും ഇല്ലാത്തൊരു വല്ലാത്തൊരു പ്രവർത്തനം. അതൊരു നല്ല കാര്യമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് തെറ്റൊന്നുമില്ല, 3 ഭാഷ പഠിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഈ 3ാമത്തെ ഭാഷയെക്കുറിച്ചൊരു പ്രശ്നം ഉണ്ടാകും. സാൻസ്ക്രിറ്റ് വേണോ അതോ ഹിന്ദി വേണോ എന്നുള്ള ഒരു ഓപ്ഷൻ ഇമ്പോസ് ചെയ്യുന്നിടത്താണ് ഒരു പ്രോബ്ലം. തമിഴ്നാട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൗ ദ തമിഴ്നാട് സ്റ്റേറ്റ് റെസ്പോണ്ടഡ് ടു ദ ഹിന്ദി ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റിന് മുകളിലും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന അതൊരു ഫെഡറൽ സ്ട്രക്ചറിനൊക്കെ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അതങ്ങനെയാണ് ഈ പോളിസി അഡ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് നൽകുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തത്, ഈ സാൻസ്ക്രിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു ഭാഷ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ സാൻസ്ക്രിറ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കണമെന്ന് പറയുന്നത്. സയൻസ് വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മൾ സാൻസ്ക്രിറ്റ് പഠിപ്പിക്കുക എന്നുള്ളൊരു
ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പലരും പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ സയൻസിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ സയൻസ് മലയാളത്തിൽ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ. ചില കോൺസെപ്റ്റ്സുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള അതായത് പെഡഗോഗിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ ഈ പോളിസി അഡ്രസ് ചെയ്യുന്നില്ല. Policy has to, if at all you bring this kind of an issue, you should also give a detailed explanation of how you deal with the problem. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സൈലന്റ് ആണ് പോളിസിയിൽ. ചിലപ്പോൾ ഇനിയിപ്പോൾ കരിക്കുലർ ഫ്രെയിംവർക്ക് ഒക്കെ വരുമ്പോഴത്തേനും ഒരു ബെറ്റർ എക്സ്പ്ലനേഷൻ തരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഇതുവരെയുള്ള പോളിസി വായിക്കുമ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. That's it. Thank you. So we have a question from Asif Muhammad. Yes. Asif. Yes. പറയാലോ സാർ? Okay. ഓക്കെ. അപ്പൊ ഞാൻ ഇതിൽ 2 മെസ്സേജുകൾക്കുള്ള ഒരു റിപ്ലൈ ആണ്. ഒന്ന് സമദിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് is it Urdu is neglected in NEP, similar efforts will be made for all Indian languages having rich oral when traditional literature, so cultural traditions and knowledge. അപ്പം അതിൽ സൂചിപ്പിക്കുന്ന കാര്യം നമ്മുടെ ഒരു ഒമിഷൻ എന്ന് പറയുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു CAA ലോജിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സ്ഥലത്ത് പോലും കമ്മ്യൂണിറ്റി നെയിം ചെയ്തിട്ടില്ല. അപ്പം അതിൽ നമുക്കറിയാലോ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. അപ്പം അതുപോലെ നെയിം ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇപ്പം നമ്മൾ പിന്നെ പല ഒരു ചർച്ചയിലുണ്ടായിരുന്നു 3 ആൾ കൂടി ഇരിക്കുമ്പോൾ 2 ആളെ വിളിച്ചു പോകുക എന്നുള്ള സാധനം. അപ്പം അതുപോലെ ഇതിനകത്ത് നെയിം ചെയ്യാതിരിക്കുക എന്നുള്ളതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു അപകടമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബംഗാളി എന്തുകൊണ്ട് മെൻഷൻ ചെയ്തില്ല എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിലെ വളരെ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള പ്രത്യേകിച്ചും എലൈറ്റ് ലാംഗ്വേജ് ആണ് ബംഗാളി എന്ന് പറയുക. അപ്പം അത് പോലും അതിനകത്ത് ഒരു മെൻഷൻ വന്നിട്ടില്ല. പക്ഷെ മറ്റ് ക്ലാസിക്കൽ ലാംഗ്വേജ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു. യെസ് സമദ്, ഹലോ. കണ്ടിന്യൂ ചെയ്യാം, പ്രൊസീഡ്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ഇത്തരം ഭാഷകൾക്ക് ഉണ്ടാവുക. വിവിധ നോക്കൂ, ഇത് ഉറുദുവിന്റെ മാത്രമല്ല, നോക്കൂ ഇന്ത്യയുടെ ഒരു വിവിധ നോർത്ത് ഈസ്റ്റേൺ മേഖലക്കകത്തുള്ള പല ഭാഷകളുണ്ട്. ത്രിപുരയിലും ബംഗാളിന്റെയും ആസാമിന്റെയും നടക്കുന്ന ഒരുപാട് ഭാഷകളുണ്ട്. നോക്കൂ നമ്മുടെ തുളു ഭാഷയുണ്ട്. അപ്പൊ അങ്ങനെ പലതരം ഭാഷകൾ പല മേഖലകൾക്ക് ഉണ്ട്. അതിൽ ആദിവാസി ഭാഷയുണ്ട്. അപ്പൊ അതിനോടൊന്നും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺസേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീതി ഉറപ്പിച്ചിട്ട് കൊണ്ടുള്ള ഒരു സമീപനം ഡോക്യുമെന്ററി നായകയിൽ ഇല്ല എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. പിന്നീടുള്ളത് അതത്രേ അതിൽ പറയാനുള്ളൂ. പിന്നെ അനശ്വര പറഞ്ഞൊരു കാര്യം NRF-ൻ്റെതാണ്, നാഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അത് എന്തായാലും പെർഫോമൻസ് എന്ന് പറയുന്നതിന്റെ ഒരു സർവലൻസ് ടൂൾ ആക്കുക എന്നുള്ള അത് ലക്ഷ്യം തന്നെയാണ്. അത് വളരെ കൃത്യമായിട്ടും ഏതൊക്കെ രീതിയിലുള്ള പെർഫോമൻസിന്റെ ഇൻഡിക്കേറ്ററുകളാണ്, നിങ്ങളുടെ റിസർച്ച് പേപ്പേഴ്സ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് ഔട്ട്പുട്ട് ആണോ, അതോ മറ്റ് അന്തർദേശീയ സെമിനാറിൽ പങ്കെടുക്കലാണോ, അതോ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമാണോ, അതോ കോളേജിന്റെ എൻവിറോൺമെന്റ് ആണോ, അതിലുണ്ടാകുന്ന അക്രഡിറ്റേഷന്റെ അല്ലെങ്കിൽ അതിലുള്ള എങ്ങനെയാണ് അതിനെ കാണാം. അപ്പൊ അത്തരത്തിലുള്ള പല ഘടകങ്ങളായിരിക്കും. അതും ആ ഡോക്യുമെന്റിനകത്ത് പറയുന്നില്ല. NRF will be formulated to so what are the things they are going to investigate. It is something hidden and that will be on the basis of the intentions of what they actually want to do, right? So അങ്ങനെയുള്ള ഒരു കാര്യമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അത്തരത്തിലാണ് ഇതിവിടെയുള്ള അക്രഡിറ്റേഷന്റെ ചരിത്രവും. അതായത് ഓട്ടോണമി കൊടുക്കുക, പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഓട്ടോണമി കൊടുക്കുക, അതുപോലെയുള്ള പബ്ലിക് സ്ഥാപനങ്ങളിൽ അധ്യാപകർക്കുള്ള ഓട്ടോണമിയിൽ ഡൈല്യൂട്ട് ചെയ്യുക. അപ്പം പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പം അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആവും. അധ്യാപകരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാവും, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അവിടെ സർവലൻസ് ഉണ്ടാവും. അവിടെയുള്ള പ്രൊമോഷന്റെ അല്ലെങ്കിൽ അവിടെയുള്ള അധ്യാപകരുടെ പെർഫോമൻസിനെ നിയന്ത്രിക്കുന്ന നമുക്കുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ കാണാൻ കഴിയുന്ന സാധനമാണ്. മെമ്മോ വരും, ഷോക്കോസ് നോട്ടുകളുണ്ട്. അപ്പം ഇതുവരെയുള്ള പരിപാടികളുടെ തുടർച്ചയാവുക എന്നുള്ളത് തന്നെയായിരിക്കും ആ ഒരു അക്രഡിറ്റേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കും. ഇപ്പൊ നമുക്ക് തന്നെ NEP ആയിട്ട് സംബന്ധിച്ച് ആസ് എ ഫാക്കൽറ്റി ഓഫ് ദ ക്യാമ്പസ് ഐ ഹാവ് ടു ഡു മെനി ആക്ടിവിറ്റീസ് ഇൻ ടേംസ് ഓഫ്
revising the existing BA curriculum. So, I mean, we are also a part of in this process. So, it is something happening from the. അനശ്വര ചോദിച്ച ചോദ്യത്തിന് എനിക്കൊരു ചെറിയൊരു ആൻസർ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് സംശയം, അനശ്വര ചോദിച്ചത് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണോ എന്ന് സംശയമുണ്ട്. അതേ റാങ്കിങ് ഫ്രെയിംവർക്ക് ആണോ? ഇപ്പോ ഈ ഒരു പോളിസിയിലെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് NRF ആണ്, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് 2 പോസിബിലിറ്റീസ് ഞാൻ കാണുന്നു. ഒന്ന്, ഈ സർക്കാരിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റികളിലും പിന്നെ അവർ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ചില കോളേജസ്. അപ്പൊ ആ കോളേജസുകളെയും യൂണിവേഴ്സിറ്റികളെയും ഒരു പഠിപ്പീര് മാത്രമല്ല റിസർച്ചും കൂടെ എൻകറേജ് ചെയ്യുന്ന തരത്തിലേക്ക് വരണം എന്നുള്ളൊരു ആശയം ഈ ഒരു പോളിസിയിൽ പറയുന്നുണ്ട്. ബേസിക്കലി യൂണിവേഴ്സിറ്റീസ് എല്ലാം റിസർച്ച് സെന്റേഴ്സ് ആണ്, എല്ലാവർക്കും അറിയാമല്ലോ, അതിന് കൂടുതൽ പറയാനുണ്ട്. ഓൾ ദ യൂണിവേഴ്സിറ്റീസ് ആർ റിസർച്ച് സെന്റേഴ്സ്. പക്ഷെ ഈ ഒരു പോളിസിയിൽ പറയുന്നതിന്റെ ഉദ്ദേശം വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NRF പറയുമ്പോൾ തന്നെ കൊളാബറേഷനെ കുറിച്ചും പറയുന്നത്. അതായത് റിസർച്ച് നടത്തി ഒരു ഇൻഡസ്ട്രി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാം, അങ്ങനെ നമുക്ക് റിസർച്ച് ഡെവലപ്പ് ചെയ്യാം, അതുവഴി റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇന്റൻഷൻ ഈ പോളിസിയിലുണ്ട് എന്ന് വളരെ ക്ലിയർ ആണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് NRF എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്, അതെങ്ങനെ ഗവേൺ ചെയ്യും എന്നുള്ളത് ഒരു അപകടകരമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRF ഈസ് going to create a new structure for an institution. അതൊരു ഹയർ ലെവലായിട്ടുള്ള ഒരു ബോഡിയില്ല അത് വരിക. അപ്പൊ അതായത് ഓരോ യൂണിവേഴ്സിറ്റിയിലും എന്ത് രീതിയിലുള്ള റിസർച്ച് നടത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു ഹയർ ലെവൽ ബോഡി വരും. NRFന്റെ ഒരു പ്രത്യേകത. അങ്ങനെ വരികയാണെങ്കിലുള്ള ഒരു പ്രശ്നം, എനിക്ക് അറിയാമോ എന്ന് അറിയത്തില്ല, പലർക്കും അറിയാനും സാധ്യതയുണ്ട്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ടീച്ചേഴ്സും കുട്ടികളും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ടോപ്പിക്കിന്റെ ഫൈനൽ സജഷൻ വരുന്നത്. ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നത് ഫാക്കൽറ്റി മീറ്റിംഗിലാണ്. കുട്ടി ഒരു പ്രബന്ധത്തിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നു. അതിനനുസരിച്ച് ഡിസ്കഷനും ഒക്കെ വന്നിട്ട് അതിനുശേഷം ഫാക്കൽറ്റിയും സ്റ്റുഡൻസും കൂടെ തീരുമാനിക്കുന്ന ഒരു രീതിയിലാണ് ആക്ച്വലി ഈ പ്രബന്ധങ്ങളിൽ പലപ്പോഴും പ്രബന്ധങ്ങളുടെ ടൈറ്റിൽ വരെ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി, അതായത് ആ ഒരു ഫ്രീഡം യൂണിവേഴ്സിറ്റി സെന്റേഴ്സിന് കിട്ടുന്ന ഓട്ടോണമി മിക്കവാറും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്നറിയോ, മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ഡിറ്റർമിൻ വാട്ട് ടു ഡു ഓൺ റിസർച്ച്, വാട്ട് ടു റിസർച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഹയർ ബോഡി NRF വരുമ്പോൾ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്റേഴ്സിനുള്ള ഇപ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം, അതായത് ഫ്രീഡം, ഓട്ടോണമിക്ക് നഷ്ടപ്പെടാനുള്ള വളരെ സാധ്യതയില്ല. അത് വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ NRF വളരെ വെൽ ഇന്റൻഷനലാണ്. അപ്പോൾ നാളെ പറയുകയാണ് ദളിതുകളെ കുറിച്ച് പഠിക്കേണ്ട, അല്ലെങ്കിൽ ആദിവാസികളെ കുറിച്ച് പറയേണ്ട, മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയേണ്ട, അല്ലെങ്കിൽ മാർജിനൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയേണ്ട, ആർട്ടിക്കിൾ 370 കുറിച്ച് പോലും പറയേണ്ട എന്ന് പറയാം. സോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 കുറിച്ച് പഠിക്കേണ്ട എന്ന് വരെ പറയാം. അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് NRFന് സാധ്യതയുണ്ട്. they will decide. അപ്പൊ ആ ഒരു ഫിൽട്ടറിംഗ് പ്രോസസ്സിലൂടെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പം നിലവിലുള്ള എന്തെങ്കിലും ഒരു ഫ്രീഡമോ ഓട്ടോണമിയോ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എനിക്കൊന്ന് വളരെ ഇന്റൻഷണൽ ആയിട്ട് കൊണ്ടുവന്ന ഒരു പോളിസി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. താങ്ക് യു. നമ്മുടെ സമയം വളരെ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളുടെ ഈ പ്രോഗ്രാമില് നമ്മളുടെ ഗസ്റ്റുകളായിട്ട് വന്നവർ അല്ലാതെ തന്നെ വളരെ വളരെ ഉന്നതരായിട്ടുള്ള ആളുകളുണ്ട്. ഡൽഹി ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസറും അവിടെ ജാമിയ മില്ലിയയിലെ ഇൻഫർമേഷൻ ഓഫീസറും ആയിട്ടുള്ള അഷ്റഫ് ഇല്യൻ സാർ ഉണ്ട്. അതുപോലെ പലരെയും ഞാൻ കാണുന്നുണ്ട്. നമ്മൾ എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും വളരെ നല്ല 2 ടോക്കുകളാണ് നടന്നിട്ടുള്ളത്. NEP യെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള
എന്നാൽ നല്ലവണ്ണം ചിന്തിക്കേണ്ട ഒരു 2 ടോക്കുകളാണ് നടന്നത്. വളരെ ആഴത്തില് നമ്മളുടെ ചിന്തകളെ ഉദ്ദീപിക്കുന്ന അല്ലെങ്കിൽ ചിന്തകളെ വികസിപ്പിക്കുന്ന ഇനിയും ധാരാളം നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇത്തരം ഒരു പോളിസി തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ ചില പ്രത്യേകമായ അജണ്ടകൾ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറ്റേ വിഭാഗം അതിന്റെ റിസൾട്ട് അനുഭവിക്കേണ്ടി വരും. സംസ്കൃതം ഒരു ഭാഷ എന്നുള്ള നിലയിലും ഒരു പുരാതന ഭാഷ എന്നുള്ള നിലയിലും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും അത് പഠിക്കുകയും വേണം. സംസ്കൃതം പഠിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു വസ്തു തന്നെയാണ്, നമുക്ക് അതിനൊന്നും വിരോധമല്ല. പക്ഷെ സംസ്കൃതത്തിന് ഒരു പുണ്യപരിവേഷമൊക്കെ നൽകി എല്ലാവരും അത് മാത്രം പഠിച്ചാൽ മതി, ഇംഗ്ലീഷൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു വിചാരമൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നേറേണ്ട ഒരു വളരെ സന്നിഗ്ധ ഘട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളൊരു വിചാരമാണ് എനിക്ക് ഈ സെമിനാർ അല്ലെങ്കിൽ വെബിനാർ പ്രദാനം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മെ പോലെയുള്ള വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതുപോലെ മറ്റു മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട്. ഏതായാലും ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ 2 ടോക്കുകൾ നടത്തിയ ഡോക്ടർ സുരേഷ് ബാബു അതുപോലെ ഡോക്ടർ KP മനോജ്, മർക്കസിന്റെ പേരിൽ പ്രിസം ഫൗണ്ടേഷന്റെ പേരിൽ ഞങ്ങൾ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് തന്നെ വളരെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഭാഷയിൽ അള്ളാഹു അവർക്ക് ഇനിയും ഒരുപാട് പഠിക്കാനും സമൂഹത്തിന് വളരെ വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ബഹുമാനരായ കാന്തപുരം ഉസ്താദിന്റെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവറുകളുടെ സന്തോഷം ഞാൻ നേരിട്ട് 2 പേരെയും അറിയിക്കുകയാണ്. മർക്കസ് എന്നുള്ള ഈ മഹത്തായ പ്രസ്ഥാനം, എൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മർക്കസ് എന്നുള്ള ഈ പ്രസ്ഥാനം അത് ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു ജാതിയെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയോ ഒന്നും പ്രതിനിധീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതേസമയം ചില മതങ്ങൾക്ക് പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം മർക്കസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ഒരുപക്ഷെ സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കെട്ടിലൊക്കെ ജീവിക്കേണ്ടി വരേണ്ടവരായിരുന്നു ഞങ്ങളൊക്കെ. അതൊക്കെ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഞങ്ങളൊക്കെ ഇത്തരം ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ പിന്നീട് ഡൽഹിയിലും വിദേശത്തൊക്കെ പോയി പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. ആ നിലക്ക് മർക്കസ് ഈ സമൂഹത്തിൽ ചെയ്ത സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയൂല. ബഹുമാനപ്പെട്ട സുരേഷ് സാറോടും മനോജ് സാറോടും ഒക്കെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഭാവിയിലും മർക്കസിനോട് കൂടി എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 2 പേരും വളരെ സന്തോഷത്തോടെ എത്രയും സമയം ഏകദേശം 2 മണിക്കൂർ സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിൽ വളരെ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും മർക്കസിന്റെ പേരിലും പ്രിസം ഫൗണ്ടേഷന്റെ പേരിലും ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തുകയാണ്.